Hello, good morning. Good morning. Oh my God. Good morning, Parilla. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Yes. Good morning. നിങ്ങൾ പ്രതീക്ഷിച്ച ടീച്ചറല്ല കയറിയെന്നുള്ളതുകൊണ്ട് ഗുഡ് മോർണിംഗ് പറയാത്തതായിരുന്നു ഞാൻ വിചാരിച്ചേ. ആണോ? അങ്ങനെയാണോ? അല്ല. ആണ് അപ്പൊ ഞാനിപ്പോ കയറി വന്നേന്നായിരിക്കും നിങ്ങൾ ചിന്തിച്ചിരിക്കണേ അല്ലേ? എന്താണോ ഇത് കയറി വന്നേക്കണേ എന്ന് വിചാരിച്ചോ? അങ്ങനെ ഇല്ലേ? കഴിഞ്ഞ വ്യാഴാഴ്ച എന്തായിരുന്നു? കഴിഞ്ഞ വ്യാഴാഴ്ച നമുക്കിവിടെ ചില ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് അതിന്റെ തലേദിവസം വെനസ്ഡേ ആഫ്റ്റർനൂൺ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് എല്ലാ നെറ്റൊക്കെ ഡിസ്കണക്ട് ആയിപ്പോയി. നമുക്ക് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പകുതി വെച്ചിരുന്നു നമ്മുടെ ക്ലാസ് പകുതി വെച്ച് സ്റ്റോപ്പ് ചെയ്ത് പോയി. ഓക്കെ, അപ്പൊ പിറ്റേ ദിവസവും ശരിയായില്ല. പിറ്റേ ദിവസം വെനസ്ഡേ കഴിഞ്ഞ് പിറ്റേ ദിവസം ഏതാ? തേഴ്സ്ഡേ ആണ് എന്റെ ക്ലാസ് ഉള്ളത്. നിർഭാഗ്യവശാൽ എനിക്ക് ആ ക്ലാസ് നഷ്ടമായി. ആൻഡ് അഗെയിൻ ദിസ് തേഴ്സ്ഡേ ഓൾസോ നമുക്കറിയാം ഓണം, ഫസ്റ്റ് ഓണം ആണല്ലേ. അപ്പൊ വീണ്ടും ക്ലാസ് ഉണ്ടാവില്ല. അപ്പൊ എന്റെ ക്ലാസ് വീണ്ടും പോകും. സോ എനിക്ക് ഓർഡർ 2 ആഴ്ച നമ്മൾ തമ്മിൽ കാണില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? വീണ്ടും തിരിച്ച് കയറി വന്നിരിക്കുകയാണ്. എന്റെ ക്ലാസ്സുകൾ അങ്ങനെ നഷ്ടപ്പെട്ടു പോയാൽ എന്റെ പോർഷൻ അവിടെ കിടക്കും. സോ പോർഷൻസ് തീരാതെ ഞാൻ അവിടെ ഇങ്ങനെ ഈ വലിയ കാർഡ് ചാപ്റ്ററും പിടിച്ചോണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് സോ നിങ്ങൾ എന്താ പറയാ കോപ്പറേറ്റ് ചെയ്യാം. നമ്മളുടെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ വെറുതെ മിസ്സായി പോയാൻ പറ്റില്ല. അപ്പൊ ടീച്ചറുടെ ഒരു ക്ലാസ്, ടീച്ചറിന് ലീവാണ്. ആരുടെ ക്ലാസ് ആയിരുന്നു ശരിക്കും? വാഹിദ മിസ്സിന്റെ ആണോ? വാഹിദ മിസ്സിന്റെ അല്ലേ? ഓക്കെ. അപ്പൊ മിസ്സിന്റെ ക്ലാസ് ആണ്. ഞാനത് അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത് നമ്മൾ ഡിസ്കസിങ് അബൌട്ട് ദ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ദ ഹോസ്പിറ്റൽ അല്ലെ. ഹോസ്പിറ്റലിന്റെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഏതൊക്കെ പഠിച്ചു? ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് പരിചയപ്പെട്ടു? കാഷ്വാലിറ്റി ഓർ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പറഞ്ഞു, കേട്ടു. എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. കൂടുതൽ മനസ്സിലാക്കാൻ ഇവിടെ പറയുന്നത് കേട്ടാൽ മാത്രം പോരാ, നമ്മളൊന്ന് വീട്ടിലൂടി ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. ഓക്കെ, ആ വായിച്ചത് നമ്മുടെ മനസ്സിലേക്ക് കയറുന്നത് ആ ടീച്ചർ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുള്ളൂ. ഓരോന്നിൽ എന്ത് ടീച്ചർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് അത് നമ്മൾ പറഞ്ഞു ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് വേണ്ടിയിട്ടാണ്. ബിഗസ്റ്റ് ഏരിയ ഓഫ് ഹാർട്ട് പ്രോബ്ലംസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ആൻജൈന, നമ്മുടെ കൊറോണറി ആർട്ടറി ഡിസീസ്. അതിനൊരു എക്സാമ്പിൾ ആൻജൈന പോലെയുള്ള രോഗങ്ങളാണ്. പിന്നെ അതിന്റെ കാർഡിയോവാസ്കുലർ സർജിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ആൻഡ് ഓൾസോ മെനി അതർ ഡിസീസസ്, ഒരുപാട് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബൈപ്പാസ് സർജറീസ്, വാൽവ് റിപ്പയർമെന്റ്, വാൽവ് റീപ്ലേസ്മെന്റ്, കോൺജനിറ്റൽ ഡിഫക്ട്സ് എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയാ പാരമ്പര്യമായിട്ടൊക്കെ കിട്ടുമല്ലോ. ചില കുട്ടികൾക്ക് ജന്മനാ തന്നെ കിട്ടുന്ന ചില ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾക്കുള്ള സർജറീസ്, അങ്ങനെയൊക്കെ. പിന്നെ ഇവൺ പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ. പേസ് മേക്കർ എന്തൊക്കെയാണെന്ന് പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ പറഞ്ഞത്? പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞത് എന്റെ സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്ക്. ഓക്കെ, ആൻഡ് ഓൾസോ മയോകാർഡിയൽ ഇൻഫാക്ഷൻ, ഹാർട്ട് അറ്റാക്സിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ നടക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കാർഡിയോളജി. ആൻഡ് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് അനസ്തേഷ്യോളജി ആണ്. അനസ്തേഷ്യോളജി എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ട് 3 ഏരിയാസിലാണ്. ദാറ്റ് ഈസ് ജനറൽ അനസ്തീഷ്യ, ലോക്കൽ അനസ്തീഷ്യ ആൻഡ് റീജിയണൽ അനസ്തീഷ്യ. ഓരോന്നും ഏതൊക്കെ രീതിയിലുള്ളതാണ് നമ്മൾ പറഞ്ഞു. ജനറൽ അനസ്തീഷ്യ വിച്ച് ഈസ് പ്രൊവൈഡഡ് ത്രൂ എ മാസ്ക് ഓർ IV cannula placed in the vein. നമ്മുടെ വെയിനില് IV cannula പ്ലേസ് ചെയ്തു മാസ്കിലൂടെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന അനസ്തേഷ്യ. അപ്പൊ ഇങ്ങനെ ഇൻഹെയിൽ ചെയ്ത്, അതായത് മാസ്ക് വെക്കുകയാണെങ്കിൽ അതിനകത്തേക്ക് ആ ഒരു മെഡിസിൻ ഉണ്ട്, അതിനകത്തേക്ക് ഇൻജെക്ട് ചെയ്യും.
നമ്മളുടെ ഈ എന്താ പറയാ നമ്മൾ അൺകോൺഷ്യസ് ആകാനുള്ള ആ ഒരു മെഡിസിൻ. അപ്പൊ അത് ഇൻഹെയിൽ ചെയ്ത് നമ്മളിങ്ങനെ ശ്വസിച്ച് കുറച്ചു നേരം കഴിയുമ്പോഴേക്കും നമുക്ക് എന്താ പറയാ വി ഫീൽ അൺകോൺഷ്യസ്. അപ്പോഴാണ് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ സർജറീസ്, വലിയതൊന്നുമല്ല ചെറുതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു ഫീൽ കൊടുക്കുക, നമുക്ക് ആ വേദന ഫീൽ ചെയ്യാത്ത രീതിയിൽ മാറ്റുക എന്നുള്ളത്. ആൻഡ് ദ സെക്കൻഡ് വൺ വാസ് ലോക്കൽ അനസ്തേഷ്യ. എന്താണ് നമ്മൾ പറഞ്ഞത്? ലോക്കൽ അനസ്തേഷ്യ ആണ് വിച്ച് ഇസ് കോമൺലി ഗിവൺ ബൈ ദ ഡെന്റിസ്റ്റ് അല്ലേ? ഡെന്റിസ്റ്റുകളാണ് സാധാരണ ലോക്കൽ അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഒരു സ്മോൾ ഏരിയയിൽ മാത്രമുള്ള ആ ഒരു സെൻസേഷനെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. പല്ലെടുക്കുക, ജോ കറക്റ്റ് ചെയ്യുക, പല്ലിൽ കമ്പിടുക, ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സിലൊക്കെ അവര് കൂടുതലും അതാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് റീജിയണൽ അനസ്തേഷ്യ. അതാണ് ഏറ്റവും അവസാനത്തേത്, വിച്ച് ഈസ് എന്താ പറയാ വിച്ച് ഈസ് ആൻ അനസ്തേഷ്യ ഗിവൺ ഫോർ മേക്കിംഗ് ബിഗ് സർജറീസ് അല്ലെ? വലിയ അച്ഛൻ, അർജുന്റെ അച്ഛൻ ഡെന്റിസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അച്ഛൻ കൊടുക്കുന്നത് ലോക്കൽ അനസ്തേഷ്യ ആയിരിക്കും. ഒന്ന് ചോദിച്ചു നോക്കിയ കേട്ടോ അർജുൻ. സിസേറിയൻ പോലെയുള്ള എന്താ പറയാ സർജറീസിന് ആണ് ഈ ഒരു റീജിയണൽ അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യുന്നത്, വിച്ച് നംസ് എ സ്പെസിഫിക് പോർഷൻ ഓഫ് അവർ ബോഡി. നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗം മുഴുവൻ എന്ത് ചെയ്യുക? നമ്പ് ചെയ്യിപ്പിക്കുക, മരവിപ്പിക്കുക അല്ലെ? ഇങ്ങനെ ഒരു എന്തോ കൈകഷ്ണം പോലെ ആക്കി മാറ്റും. അത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് കൃത്യമായിട്ട് അതിനെ കുറിച്ച് ഫീൽ ചെയ്യും. എന്ന് വെച്ചാൽ കാണുന്നുണ്ട്, നമ്മളെല്ലാം കാണുന്നുണ്ട്, പക്ഷേ നമ്മളുടെ ആ ഒരു ഭാഗം മുഴുവൻ നമ്മള് എന്ത് ചെയ്യാം? അങ്ങനെ ഒരു ഭാഗം നമുക്ക് ശരീരത്തിൽ ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യും അല്ലെ? അവിടെ എന്തൊക്കെയാ നടക്കുക അതൊക്കെ നമ്മള് ചിലപ്പോൾ നമ്മൾക്ക് കേൾക്കണ്ടാവും. അവിടെ ഇങ്ങനെ കത്രിക വെച്ച് മുറിക്കുന്നതും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്തവർ പറഞ്ഞ് നമ്മൾ ഷെയർ ചെയ്ത് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ്. പക്ഷെ ഈ ഒരു അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പേഷ്യന്റിന്റെ മോണിറ്റർ ചെയ്യണം. പേഷ്യൻസ് ബ്ലഡ് പ്രഷർ, BP അല്ലെങ്കിൽ ഹാർട്ട് റിതം, അതുപോലെ ടെമ്പറേച്ചർ, പിന്നെ കോൺഷ്യസ് ലെവല്, അതായത് എത്രത്തോളം കോൺഷ്യസ് ആണ് ആള്, അതായത് ബോധം എന്താ പറയാ വേദന ഫീൽ ചെയ്യാത്ത രീതിയിലേക്ക് ആള് മാറിയോ എന്നൊക്കെ നോക്കിയിട്ട് വേണം സർജറി നടത്താൻ. അല്ലാതെ വേഗം ചെന്നിട്ട് ഇത് കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഈ അൺകോൺഷ്യസ് ആകുന്ന ലെവല് എല്ലാ പേഷ്യൻസിനും ഒരുപോലെ ആവുന്നില്ല. കുറച്ച് ആളുകളിൽ ചിലപ്പോൾ വേരിയേഷൻസ് ഉണ്ടായിരിക്കും. ചിലർ പെട്ടെന്ന് ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പെട്ടെന്ന് ആള് അൺകോൺഷ്യസ് ആകാൻ സാധ്യതയുണ്ട്. ചിലർ കുറച്ചും കൂടി സമയം വൈകിയാവുള്ളൂ. അപ്പൊ അതൊക്കെ നോക്കി പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ഇത് ചെയ്യുക. ആൻഡ് ഓൾസോ ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ അവർ ബ്ലഡിലെ ഓക്സിജന്റെ അളവ്, ഇതൊക്കെ നോക്കിയിട്ട് വേണം റീജിയണൽ അനസ്തേഷ്യ ഒക്കെ കൊടുക്കുകയും അതുപോലെ സർജറീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പറഞ്ഞു CCU, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്. And also another name intensive care unit അല്ലെ? പിന്നെ വീണ്ടും പേര് കൂടി ഉണ്ട്, ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് യൂണിറ്റ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഒരു എമർജൻസി യൂണിറ്റ് ആണ്. അത് എന്താ പറയാ ഇന്റൻസീവ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ കൂടുതൽ കെയറിങ്, ഇന്റൻസീവ് ആയിട്ടുള്ള കെയറിങ് കൊടുക്കേണ്ട പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള, ദാറ്റ് മീൻസ് ലൈഫ് ത്രെട്ടനിങ് ഇൽനെസ്സുമായിട്ട് വന്നിരിക്കുന്ന പേഷ്യൻസിനെ നമ്മൾ പ്രവേശിപ്പിക്കേണ്ട ഒരു യൂണിറ്റ് ആണ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓൺലി there will be a few number of beds there. അവിടെ വളരെ കുറച്ച് ബെഡ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. മാത്രമല്ല അതിനകത്ത് എന്താ പറയാ ഈ ICUല് കിടക്കുന്ന പേഷ്യൻസിനെ നോക്കാനും അവരെ പരിചരിക്കാനും ഒക്കെ എന്താ പറയാ ഉണ്ടായിരിക്കുന്ന നഴ്സസും അതുപോലെ തന്നെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സും പിന്നെ അനസ്തെറ്റിക്സും അതുപോലെ ഫിസിയോതെറാപ്പിസ്റ്റ്, ഡയറ്റീഷ്യൻ എന്നിവരൊക്കെ ഉള്ള ആളുകൾ എപ്പോഴും ഉണ്ടായിരിക്കും. ഇനി ഇത്തരം യൂണിറ്റിൽ നിന്ന് ചിലപ്പോൾ കുറച്ചുകൂടി ഒറ്റപ്പെട്ട രീതിയിൽ കുറച്ചുകൂടി ഇന്റൻസീവ് കെയർ കൊടുക്കണമെന്ന് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരെ ഐസൊലേറ്റഡ് റൂംസിലേക്ക് മാറ്റാറുണ്ട്. ഈ ICUവിൽ കൊണ്ടുവരുന്ന പേഷ്യൻസ് മിക്കവാറും ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ നിന്ന് അതുപോലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നവരായിരിക്കാം. ഓക്കെ, ഇവിടെ പ്രവേശിക്കുക. ആൻഡ് നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പറഞ്ഞു ഡെർമറ്റോളജി, വിച്ച് ഈസ് എ സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് ഫോർ സ്കിൻ, ഹെയർ, നെയിൽസ് അല്ലെ? നമ്മുടെ ത്വക്ക്, അതുപോലെ തന്നെ മുടി, തലമുടി, പിന്നെ നെയിൽസ് അല്ലെ? നമ്മുടെ നെയിൽസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് ആണ് ഡെർമറ്റോളജി എന്ന് പറയുന്നത്. മാത്രമല്ല ഇന്ന് അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വൈഡ് റേഞ്ച് ഓഫ് ട്രീറ്റ്മെന്റ് ആണ്. പണ്ടത്തേതുപോലെ ഉള്ള വളരെ പണ്ടൊക്കെ സ്കിന്നിന്റെ എന്തെങ്കിലും പ്രശ്നത്തിൽ മാത്രമാണ് ഡെർമറ്റോളജി വിഭാഗത്തിൽ സ്കിൻ ഡോക്ടർ എന്ന് മാത്രമായിരുന്നു പേര് അല്ലെ? സ്കിൻ ഡോക്ടറിന്റെ അടുത്ത് പോകുന്നു എന്നാണ് പേര് പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്ന് പേര് മാറി, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയി. ബിക്കോസ് അവര് ഒരുപാട് മറ്റു ട്രീറ്റ്മെന്റുകളും പേഷ്യൻസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്.
പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വിച്ച് ഇൻക്ലൂഡ്സ് വെനറിയൽ ഡിസീസസ് അല്ലെ, എന്താ പറയാ നമ്മുടെ ലൈംഗികപരമായിട്ടുള്ള ചില കാര്യങ്ങൾ എപ്പോഴും ഉണ്ടാകുന്ന ചില രോഗങ്ങൾ, അതുപോലെ തന്നെ കോസ്മെറ്റിക് ഡെർമറ്റോളജി സർവീസസ്, പിന്നെ കൂടാതെ ആക്നെ, സ്കാർസ്, പിഗ്മെന്റേഷൻ, വെച്ചിലെഗോ, ഹെയർ ലോസ്, ഹെയർ ഫോള്, അൺവാണ്ടഡ് ഹെയർ, വൈഡ് റേഞ്ച് ഓഫ് ട്രീറ്റ്മെന്റ് ഈസ് പ്രൊവൈഡഡ് അണ്ടർ ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റ്. ഇത്രയും പറഞ്ഞതാണ് നമ്മള്. ഓക്കെ ആണല്ലോ എല്ലാവരും? ആൻഡ് നെക്സ്റ്റ് വൺ നമുക്ക് ഇനി പഠിക്കാനുള്ളത് ENT യിൽ നിന്നാണ്. ഇയർ നോസ് ത്രോട്ട് ഡിപ്പാർട്ട്മെന്റ്. കുറച്ച് ഞാൻ പറഞ്ഞിരുന്നു, പക്ഷെ അതിന്റെ ആ ഒരു പോയിന്റ് ഏതൊക്കെയാണ് ഏരിയ ഓഫ് ട്രീറ്റ്മെന്റ് അണ്ടർ ENT, ENTയുടെ ഏരിയാസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് തുടങ്ങാനുള്ളത്. പക്ഷെ നമുക്കൊന്നും കൂടി നമുക്ക് നോക്കാം. ENT ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ, as the name indicates, this department deals with the ailment of ear, nose and throat. നമ്മുടെ കാതില്, ചെവിക്കുള്ളില്, മൂക്കില്, പിന്നെ തൊണ്ടയിലൊക്കെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള രോഗങ്ങൾക്കുള്ള എയിൽമെന്റ്സ്, ദാറ്റ് മീൻസ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇവിടെ ഡോക്ടർ ഹു ഈസ് സ്പെഷ്യലൈസ്ഡ്, ഈ ഒരു വിഭാഗത്തിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടറേറ്റ് എടുത്ത ഡോക്ടർമാരായിരിക്കും. എന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ മാത്രം കവർ ചെയ്തുകൊണ്ട് എന്താ പറയാ ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഹാൻഡിൽ ചെയ്യുക. ആൻഡ് ഓൾസോ നമ്മുടെ ഹെഡ്, നെക്ക്, ഈ ഇതിന്റെ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഞാൻ അന്ന് പറഞ്ഞിരുന്നു. അപ്പൊ കഴുത്തൊക്കെ ചിലപ്പോൾ ജനിക്കുമ്പോഴേ ചില കുട്ടികളുടെ കഴുത്ത് ഇങ്ങനെ ഒരു വശത്തേക്ക്, കാരണം നമ്മുടെ കഴുത്താണ് അല്ലെ നമ്മുടെ തല ഇങ്ങനെ ഈ ബോഡിയിലേക്ക് സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത്. ചിലപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഡിഫക്ട്സ് ഒക്കെ ഉണ്ടായാലും നമുക്ക് ഈ ഒരു ഡോക്ടറെ അടുത്തൊക്കെ നമുക്ക് പോകാം. ആൻഡ് ഈ ഒരു ENT സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ് ഈ ഒരു വിഭാഗം കൈകാര്യം ചെയ്യുക. ENT സർജൻ, ENT സർജറി ഒക്കെ നടത്തുന്നത് ഓട്ടോലറിംഗോളജിസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്പെഷ്യലിസ്റ്റ് ആണ്. ഇനി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന പാർട്സ്, മെയിൻ ആയിട്ട് വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് ENTയിലെ വിഭാഗങ്ങൾ? ഇയർ, നോസ്, ത്രോട്ട് പറഞ്ഞു. കൂടാതെ നെയ്സൽ പാസേജ്, നമുക്ക് നമ്മുടെ ശ്വാസം ഇൻഹേൽ ചെയ്യുമ്പോൾ അത് അകത്തെ കൂടി പ്രവേശിച്ച് ശ്വാസകോശം വരെ എത്തണമെങ്കിൽ അതിലൊരു പാസ് ചെയ്ത് പോകാൻ പറ്റിയ എന്തെങ്കിലും കൊള്ളുണ്ടാകണം അല്ലെ? ഇതിനെയാണ് നമ്മൾ നെയ്സൽ പാസേജ് എന്ന് വിളിക്കുന്നത്. അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ വോയിസ് ബോക്സ്, ഈ സൈനസസ് ലാരിങ്സ് എന്നറിയപ്പെടുന്ന വോയിസ് ബോക്സ്, നമ്മളിങ്ങനെ ചുണ്ടനക്കിയാൽ സൗണ്ട് പുറത്തു വരില്ല. ഈ സൗണ്ട് കൂടി വരണമെങ്കിൽ അതിന് എന്ത് ചെയ്യണം? അതിന്റെ ഉള്ളിൽ നമ്മുടെ എന്താ പറയാ തൊണ്ടയ്ക്കുള്ളിൽ ഒരു സൗണ്ട് ബോക്സ് ഉണ്ട്, അതാണ് വോയിസ് ബോക്സ്. പിന്നെ ഓറൽ ക്യാവിറ്റി വായിക്കാത്തുള്ളതാണ്. അതുപോലെ തന്നെ മൗത്ത്, ത്രോട്ട്, സ്ട്രക്ചർ ഓഫ് നെക്ക്, ഇതിന്റെയൊക്കെ നമുക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ എന്തുണ്ട്? ട്രീറ്റ്മെന്റ് ഉണ്ട്. ആൻഡ് ഓൾസോ ട്രീറ്റ്മെന്റ് ഫോർ വെറൈറ്റി ഓഫ് എയിൽമെന്റ്, പല രോഗങ്ങൾക്കും ഇനിയും ഇവിടെ എന്താണ് പറയാ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ജനറൽ ഇയർ, നോസ്, ത്രോട്ട് ഡിസീസസ്. സാധാരണ ഉണ്ടാകുന്ന ചെവി, മൂക്ക്, അതുപോലെ തന്നെ ത്രോട്ട് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ. ചില തൊണ്ട ചൊറിയുക, തൊണ്ട ചൊരിച്ചിട്ട് അങ്ങനെയൊക്കെ വരും അല്ലെ, തൊണ്ട വേദന വരിക, ചെവിക്കകത്ത് വേദന വരിക, പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകാം ചിലപ്പോഴൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പോകേണ്ട ഡിപ്പാർട്ട്മെന്റ് ആണ്. ദെൻ നെക്ക് ലംസ് ആണ്. നെക്ക് ലംസ് എന്ന് കേട്ടിട്ടുണ്ടോ? എൻലാർജ്മെന്റ് ഇൻ ദിസ് ലിംഫ് നോഡ്സ്, അതായത് നമ്മുടെ എന്താ പറയാ ത്രോട്ടിൽ ഉണ്ടാകുന്ന ഒരു തരം ലിംഫാണ്. അത് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ബൾജ് ചെയ്ത് വരും, എൻലാർജ് ചെയ്യും. ലംബ് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ നീര് പോലെ ഇങ്ങനെ വീർത്ത് വരിക എന്നർത്ഥം. അപ്പൊ ഈ നെക്കിന്റെ ഭാഗത്ത് ഉണ്ടാകുന്ന ചില ഞരമ്പുകളൊക്കെ അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള ലംസ് എന്ത് ചെയ്യാം? നീർക്കെട്ട് പോലെ ഇങ്ങനെ വിടർന്ന് കുറച്ചുകൂടി എൻലാർജ്മെന്റ് ആയിട്ട് കാണിക്കുക. ഇറ്റ് മേ ബി ഡ്യൂ ടു സം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, എന്തെങ്കിലും ബാക്ടീരിയ ഇൻഫെക്ഷൻ കൊണ്ടോ, അല്ലെങ്കിൽ എന്താ പറയാ നമ്മളുടെ ചിലപ്പോഴൊക്കെ ക്യാൻസർ സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടോ ആകാം, മറ്റേതെങ്കിലും റീസൺസ് കൊണ്ടാകാം. എല്ലാം ഈ തൊണ്ടയുടെ അവിടെ വീർക്കുമ്പോൾ അപ്പൊ തന്നെ അയ്യോ ക്യാൻസർ ആണ് അതാണെന്നൊക്കെ ചില ആൾക്കാർ ഇതാകും. പക്ഷെ എല്ലാം അങ്ങനെ ആവണമെന്നില്ല. ചില എൻലാർജ്മെന്റുകൾ ഇതുപോലെ ചില സ്ഥലത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇപ്പൊ വയറില് അല്ലെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തൊക്കെ ചില മുഴ പോലെ തടിപ്പ് പോലെയൊക്കെ വരുമ്പോൾ അപ്പൊ തന്നെ എല്ലാം മുഴകളും ഈ ക്യാൻസർ ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റില്ല. സോ മേ ബി അത് ചില ഇൻഫെക്ഷൻസ് ആയിരിക്കാം, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആയിരിക്കാം, വൈറസ് ഇൻഫെക്ഷൻസ് ആയിരിക്കാം. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഇത്തരം എൻലാർജ്മെന്റ് ഉണ്ടാകും. അപ്പൊ അത് നെക്ക് ലംസ്, അതുപോലുള്ള നെക്ക് ലംസ് ഒക്കെ വന്നാലും നമുക്ക് വി ക്യാൻ ഗോ ടു ഓർ അപ്രോച്ച് ദിസ് ENT ഡിപ്പാർട്ട്മെന്റ്. ഈ ഡിപ്പാർട്ട്മെന്റിൽ ചെന്നാണ് നമ്മൾ നോക്കുന്നത്, പരിശോധിക്കുന്നത്. അതിൽ എന്തെങ്കിലും പ്രോബ്ലംസ് അതൊക്കെ ടെസ്റ്റ് ചെയ്തൊക്കെ കഴിയുമ്പോൾ ഉണ്ടെങ്കിൽ മാത്രമാണ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക്. ഇപ്പൊ ഇങ്ങനെയുള്ള തലപ്പുകൾ വന്നു, ചതപ്പ് എടുത്തു, പരിശോധിച്ചു, ബയോപ്സി ചെയ്തു, അത് ചെയ്തു കഴിയുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ളത് കണ്ടുകയാണെങ്കിൽ മാത്രമാണ് അവരെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യാൻസർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക്
എന്ത് ചെയ്യുന്നത്, റെഫർ ചെയ്യുന്നത്. അതല്ലെങ്കിൽ സാധാരണ എന്തെങ്കിലും ആയിരിക്കാം, ഇതുപോലെയുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ ആയിരിക്കാം. സോ നെക്ക് ലങ്സ്. ദെൻ ക്യാൻസേഴ്സ് ഓഫ് ദ ഹെഡ് ആൻഡ് നെക്ക് ഏരിയ, തല ഭാഗം, കഴുത്ത് ഭാഗം, ഇവിടെ ഈ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ക്യാൻസേഴ്സ്, അതിനെ ട്രീറ്റ് ചെയ്യുന്നത് നമ്മളുടെ ENT എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ്. ഓക്കെ, ഇത് ഇങ്ങനെ ഓരോ പോയിന്റ് പഠിച്ചു വെക്കണം. ENT ഡിപ്പാർട്ട്മെന്റിന്റെ എയിൽമെന്റ് ഏരിയകൾ ഏതൊക്കെയാണ്, ഫോളോയിൽ ഏതൊക്കെയാണ്, മോക്ക് ടെസ്റ്റിൽ ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ എക്സാംസിൽ ചോദിക്കുമ്പോൾ ആ പോയിന്റുകളാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. അതിന്റെ എക്സ്പ്ലനേഷൻ വെച്ച് ഞാൻ പറയുന്നത് മാത്രം, ജസ്റ്റ് നിങ്ങളൊന്ന് അറിയാൻ വേണ്ടി മാത്രം. നമുക്കത് അങ്ങനെ അതെന്താണ്, അത് നെക്കിലെമ്പ് എന്താണെന്ന് ഇങ്ങനെ ചോദിക്കുക, അങ്ങനെയൊന്നും ചോദിക്കില്ല. വട്ടവർ ഇറ്റ് ഈസ് ഗിവൺ ഇൻ യുവർ നോട്ട്സ്. ഈ പ്രിന്റഡ് നോട്ടിൽ നിങ്ങൾക്ക് എന്ത് തന്നിരിക്കുന്ന അത് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസേ വരുള്ളൂ. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഒരു ഇൻഫോർമേറ്റീവ് ആകുന്ന രീതിയിൽ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മാത്രം, അല്ലെ? അപ്പൊ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നെക്ക് ലംബ് എന്ന് കേൾക്കുമ്പോൾ ഓർക്കുക, അപ്പൊ ഒരു നെക്കിന്റെ ഭാഗത്തുള്ള അതിന്റെ ലിംഫ് എൻലാർജ്മെന്റ് ആണ്. ഉള്ളിലുള്ള എന്തെങ്കിലും ഞാൻ പോലത്തെ സാധനമില്ലേ, അതിങ്ങനെ എൻലാർജ് ചെയ്യുന്ന ഒരു അസുഖം. അത് ഇൻഫെക്ഷൻ ആകാം, ബാക്ടീരിയൽ ആയിട്ടുള്ള ഇൻഫെക്ഷൻ ആകാം, ക്യാൻസർ ആകാം, മേ ബി ചാൻസ് ഒന്ന് മാത്രമേ ഉള്ളൂ, മറ്റ് എനി അതർ കോസസ് ആകാം. നെക്സ്റ്റ് വൺ ടിയർ ഡക്ട് പ്രോബ്ലം ആണ്. ടിയർ ഡക്ട് പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു തരം പ്രശ്നം തന്നെയാണ്. അതായത് നമ്മൾ കരയുമ്പോ, ഉള്ളി കഴിയുമ്പോ, പുക കൊള്ളുമ്പോ എന്ത് ചെയ്യും, നമ്മുടെ കണ്ണ് അതിനെ റിഫ്ലക്ട് ചെയ്യും. എങ്ങനെയാണ്? കണ്ണിൽ നിന്ന് കണ്ണുനീർ എന്ന് പറഞ്ഞൊരു സാധനം വരും, അല്ലെ? പക്ഷെ ഇൻ സം പേഴ്സൺസ് they cannot tear their tears, അല്ലെ? അവരുടെ കണ്ണിൽ നിന്ന് they cannot shed their tears. അവർക്ക് കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് പുറത്തേക്ക് വരില്ല. അത് ഇറ്റ്സ് എ പ്രോബ്ലം, അതൊരു പ്രശ്നം തന്നെയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കണ്ണുനീര് വരുന്ന ആ ഒരു എന്താ പറയാ ഹോൾ അല്ലെങ്കിൽ അത്തരം ഒരു പ്ലേസ് ഉണ്ട്, ആ ദ്വാരത്തിനുള്ളിൽ കണ്ണുനീര് വരാതിരിക്കുന്ന രീതിയിൽ എന്തോ ഇങ്ങനെ തടസ്സപ്പെടുത്തുന്നതാണ്. അപ്പൊ അത് ആ തടസ്സം നീക്കുന്ന ഒരു എന്താ പറയാ ട്രീറ്റ്മെന്റ് ആണ് ടിയർ ഡക്ട് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കൂടി നമുക്ക് ചെറിയ ഒരു ബ്രോഡിലേക്ക് ഒരു ചെറിയ ഇതായിട്ടുള്ള സാധനം ഒക്കെ കയറ്റിയിട്ട് അതിനകത്ത് കൂടി എന്താ പറയാ നമ്മളെ സ്റ്റെറിലൈസ്ഡ് വാട്ടർ ഒക്കെ പുഷ് ചെയ്ത് കയറ്റി ആ പാത്വേ ക്ലിയർ ചെയ്ത് കൊടുക്കുക. അവിടെ ഉണ്ടാകുന്ന ബ്ലോക്കിനെ ക്ലിയർ ചെയ്യുക. നമ്മൾ എന്തെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ബ്ലോക്ക് വന്നാൽ എങ്ങനെ ക്ലിയർ ചെയ്യണം, അല്ലെ? ചില പൈപ്പിലൊക്കെ ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ വെള്ളം ഭയങ്കരമായിട്ട് പുഷ് ചെയ്ത്, ചെറിയ ബ്ലോക്ക് ഒക്കെ ആണെങ്കിൽ നല്ല ഫോഴ്സിൽ വെള്ളം പുഷ് ചെയ്ത് കയറ്റി കഴിഞ്ഞാൽ എന്തായിരിക്കും, ആ ബ്ലോക്ക് അങ്ങനെ തെറിച്ചു പോകും, അല്ലെ? അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ പറ്റും. ലൈക്ക് വൈസ് അതുപോലെ തന്നെ ഈ കണ്ണിലും ഇതുപോലെ കണ്ണുനീർ വരാതെ കിട്ടിയപ്പോ അത്തരം പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഈ ENT-യിൽ ഈ ഒരു രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള വാട്ടർ ഉപയോഗിച്ച് ആണ് ഇത് ക്ലിയർ ചെയ്യുന്നത്. അതങ്ങനെ കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കാനായിട്ടല്ല, പുറത്തേക്ക് വരാൻ തടസ്സപ്പെടുത്തുന്ന എന്തോ ആണ്, അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ആ ബ്ലോക്കേജ് മാറ്റുക എന്നുള്ളതാണ് ടിയർ ഡക്ട് പ്രോബ്ലംസിൽ ചെയ്യുക. അത് ENT ഡിപ്പാർട്ട്മെന്റ് ആണ് അത് കൈകാര്യം ചെയ്യുന്നത്. ഗോട്ട് ഇറ്റ്? മനസ്സിലായോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ജസ്റ്റ് നമ്മളതൊന്ന് കേൾക്കുമ്പോ ആ ഒരു പോയിന്റ് വായിക്കുമ്പോ ടിയർ ഡക്ട് പ്രോബ്ലം എന്ന് കേൾക്കുമ്പോ അപ്പൊ തന്നെ ഓർക്കുക, കണ്ണുനീര് പുറത്തേക്ക് വരാൻ തടസ്സപ്പെടുത്തുന്ന ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്ന എന്തോ ഇതുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത് ENT ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ച് ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വാട്ടറൊക്കെ ഇങ്ങനെ പുഷ് ചെയ്ത് ആ ബ്ലോക്കേജ് ഇല്ലാതാക്കുക. അപ്പൊ അത്തരം പ്രശ്നങ്ങൾക്ക് കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒക്കെ അറിയാൻ പറ്റുമുണ്ടെങ്കിൽ, കണ്ണ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അറിഞ്ഞു കഴിയുമ്പോൾ അവര് ENT ഡിപ്പാർട്ട്മെന്റിലേക്ക് സജസ്റ്റ് ചെയ്യും. അപ്പൊ അവിടെ പോയിട്ട് നമ്മൾ എത്രയും പെട്ടെന്നൊക്കെ അത് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ, ചിലർക്ക് ഇത്രയും പുക കൊണ്ടാലും അല്ലെങ്കിൽ എത്ര സങ്കടം വന്നാലും കണ്ണുനീര് വരില്ല. സങ്കടം ആ രീതിയിൽ അങ്ങനെ വരില്ല. അതൊക്കെ ഇതിന്റെ റീസൺസ് ആയിരിക്കാം. എല്ലാവർക്കും അങ്ങനെയാണെന്നില്ല, പലർക്കും പല രീതിയിലാണ്. അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ യു ക്യാൻ കൺസൾട്ട് എനി ഡോക്ടേഴ്സ് ഇൻ ENT-യിലുള്ള ഏതെങ്കിലും ഡോക്ടേഴ്സിനെയൊക്കെ കൺസൾട്ട് ചെയ്ത് നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. ബാലൻസിങ് ആൻഡ് ഹിയറിംഗ് ഡിസോർഡേഴ്സ്. പിന്നെന്താ, പിന്നെ ENT-യിൽ ട്രീറ്റ് ചെയ്യുന്ന മറ്റൊരു എയിൽമെന്റ് ആണ് ബാലൻസിങ്, ഇയർ ബാലൻസ് പ്രോബ്ലംസ്. ഇന്ന് ഒട്ടുമിക്ക ആളുകളിലും കാണപ്പെടുന്ന ഒരു എന്താ പറയുക ഒരു കോമൺ അസുഖമായി മാറി ഇയർ ബാലൻസ്. പെട്ടെന്നൊക്കെ തലറിഞ്ഞേക്ക് വീഴും, അല്ലെ? രാവിലെ തന്നെ ചാടി ഒന്നും എഴുതാൻ പാടില്ല ഇത്തരം രോഗികൾ, ഇയർ ബാലൻസ് പ്രശ്നമുള്ളവരെ. കാരണം there is a fluid inside our ഇയേഴ്സിന്റെ അകത്തൊരു തരം ഫ്ലൂയിഡ് ഉണ്ട്. ഇതിന്റെ ബാലൻസിങ് അത് ഇംബാലൻസ്ഡ് ആകുമ്പോഴാണ്, ബാലൻസിങ് ശരിയാകാതിരിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ ചാടിയൊക്കെ എഴുതുമ്പോൾ അത് ബാലൻസ് സെറ്റിൽ നമുക്കപ്പോ വൊമിറ്റിംഗ് ടെൻഡൻസി വരും, എന്താ പറയാ തല ചുറ്റി വീഴും, അങ്ങനത്തെ അവസ്ഥയിലേക്കൊക്കെ പോകും. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ENT-യിൽ തന്നെയാണ് കാണിക്കേണ്ടത്. ഹിയറിംഗ് ഡിസോർഡേഴ്സ്, കേൾവി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത്. പിന്നെ സ്നോറിംഗ് ഒരു വലിയ അസുഖമാണ്. സ്നോറിംഗ് അവർക്ക് കിടക്കാൻ പറ്റാത്ത ഒരു അസുഖമാണ്, അല്ലെ? പൂർ കമ്പനി.
നമുക്ക് തന്നെയോ നമ്മുടെ അടുത്ത് കിടക്കുന്നവർക്കും ഒക്കെ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉറക്കം കിട്ടില്ല അല്ലെ. അത് ചില ആളുകൾക്ക് അതൊരു പ്രശ്നമായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ട്രീറ്റ് ചെയ്യുന്നതിന് ഇന്ന് ഒരുപാട് മോഡേൺ ടെക്നോളജീസ് ഒക്കെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. സോ സ്നോറിംഗ് എന്ന് പറയുന്നത് നമുക്ക് ട്രീറ്റ് ചെയ്യുന്നത് ENT തന്നെയാണ്. ENT അലർജി പ്രോബ്ലംസ്, നമ്മുടെ കണ്ണ് ചൊറിച്ചിൽ ഒക്കെ, കണ്ണിന്റെ ചില ചൊറിച്ചിൽ ചില ആളുകൾക്ക് എന്തെങ്കിലും ചില കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും കണ്ണൊക്കെ. രാവിലെ എഴുന്നേറ്റ് വരുമ്പോ ചിലർക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പോ ഭയങ്കര തുമ്മല് കണ്ടോ, അത് ന്യൂസുമായി ബന്ധപ്പെട്ടതാണല്ലോ തുമ്മല്. അപ്പൊ അങ്ങനത്തെ ENT സംബന്ധമായിട്ടുള്ള അലർജീസ് ഇതും ഇവിടെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. സലൈവറി ഗ്ലാൻഡ് ഡിസീസസ്, നമ്മുടെ സലൈവ ഉമിനീര് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗ്ലാൻഡുകൾ, അതിന് ചില അസുഖങ്ങളൊക്കെ വരാറുണ്ട്. ചില ആളുകൾക്ക് ഗ്ലാൻഡില് സലൈവ കൃത്യമായ രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാതിരിക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ആൻഡ് ഓൾസോ വോയിസ് ഡിസോർഡേഴ്സ്, നമ്മുടെ ശബ്ദ വ്യതിയാനങ്ങൾ. ഇപ്പൊ സാധാരണ മനുഷ്യന്മാർക്ക് ഉണ്ടായിരുന്ന ഒരു ശബ്ദത്തെക്കാൾ വ്യത്യസ്തമായ രീതിയിലുള്ള ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ചിലർക്ക് ഇങ്ങനെ ശ്രദ്ധിക്കും അല്ലെ. അതൊരു ഡിഫറെന്റ് സ്റ്റൈൽ ഓഫ് സൗണ്ട് ഒക്കെ വരുമ്പോ, പെൺകുട്ടികളുടെ സൗണ്ട് ആൺകുട്ടികൾക്ക് വരിക, ഇച്ചിരി വളർന്നു കഴിയുമ്പോൾ ഒബ്വിയസ്ലി നമുക്കറിയാം ആൺകുട്ടികളുടെ സൗണ്ടിൽ വ്യത്യാസം വരും, കുറച്ചുകൂടി മെച്യൂർഡ് ആകും അല്ലെ. ഒരു 10-15 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവര് 5ഉം 4ഉം വയസ്സുണ്ടായിരുന്ന ആൺകുട്ടികളുടെ സൗണ്ടിൽ വ്യതിയാനം വരണം. പക്ഷെ ചില കുട്ടികളിൽ അത് മാറ്റം വരില്ല, അങ്ങനെ തന്നെയൊക്കെ എടുക്കും. അപ്പൊ അത്തരം സൗണ്ട് ഡിസോർഡേഴ്സ്, അല്ലെങ്കിൽ അല്ലാതെ ഉണ്ടാകുന്ന തൊണ്ടവേദനയൊക്കെ കൊണ്ട് തൊണ്ട അടഞ്ഞിട്ട് ഒട്ടും സൗണ്ട് ഇല്ലാണ്ട് വരിക, അങ്ങനെയും ഉണ്ടാകുന്ന ഡിസോർഡേഴ്സ് ഒക്കെ ക്യാൻ ബി ട്രീറ്റഡ് ഇൻ ENT ഡിപ്പാർട്ട്മെന്റിലാണ് ഇതെല്ലാം ട്രീറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓരോന്നും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആൻഡ് നമുക്ക് വേണ്ടത് ഏതൊക്കെയാണ് ENT ഡിപ്പാർട്ട്മെന്റിൽ ട്രീറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ചില ഡിസീസസ്: ജനറൽ ഇയർ നോസ് ത്രോട്ട് ഡിസീസസ്, നെക്ക് ലങ്സ്, cancers of the head and neck area, tear duct problem, balancing and hearing disorders, snoring, ENT allergy problems, salivary gland diseases, and voice disorders. Okay, and we are moving to the next department, endocrinology. നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് എൻഡോക്രൈനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്താണ് എൻഡോക്രൈനോളജി? ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് മെഡിസിൻ ദാറ്റ് റിലേറ്റ്സ് ടു അവർ എൻഡോക്രൈൻ സിസ്റ്റം. നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം, എൻഡോക്രൈൻ എന്ന് പറഞ്ഞാൽ മലയാളത്തില് സ്നോറിങ്, മൂർക്കം വലി. എൻഡോക്രൈൻ സിസ്റ്റം എന്ന് കേട്ടിട്ടുണ്ടോ? അന്തസ്രാവി വ്യവസ്ഥ എന്നോ അതിന്റെ മലയാളം ആണോ? മലയാളം യെസ്. അപ്പൊ നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പഠനം, അതിന്റെ ഒരു എന്താ പറയാ മെഡിസിനൽ ഒരു ശാഖ എന്ന് വേണമെങ്കിൽ പറയാം, അതാണ് എൻഡോക്രൈനോളജി. അപ്പൊ എൻഡോക്രൈൻ സിസ്റ്റത്തിനകത്ത് ഉൾപ്പെടുന്ന കുറെ ഇന്റേണൽ ഓർഗൻസ് ഉണ്ട് നമ്മുടെ. ആ ഇന്റേണൽ ഓർഗൻസിനെ എല്ലാം ബാധിക്കുന്ന പല അസുഖങ്ങൾക്കും നമുക്ക് പോകാൻ വേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എൻഡോക്രൈനോളജി. സോ വാട്ട് ആർ ദ ഓർഗൻസ് ഇൻക്ലൂഡഡ് ഇൻ ദിസ് എൻഡോക്രൈൻ സിസ്റ്റം? ഏതൊക്കെയാണ് എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഉൾപ്പെടുന്ന നമ്മളുടെ എന്താ പറയാ ഇന്റേണൽ ഓർഗൻസ്? പാൻക്രിയാസ്, തൈറോയിഡ്, പാരാതൈറോയിഡ്, പൈനിയൽ, ഹൈപ്പോതലാമസ്, അഡ്രീനൽ, pituitary glands, and ovaries and testes. Okay, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിനകത്ത് ഉൾപ്പെടുന്നത്. പാൻക്രിയാസ് ഗ്രന്ഥി കേട്ടിട്ടുണ്ടോ? പാൻക്രിയാസ് ഗ്ലാൻഡ് ഇല്ലേ? കിട്ടുന്നുണ്ടല്ലോ എല്ലാവരും. മലയാളത്തില് പാൻക്രിയാസ് തന്നെയാണ് വിളിക്കുക, ഇംഗ്ലീഷിലും അത് തന്നെ. അപ്പൊ പാൻക്രിയാസ് ഗ്രന്ഥികൾക്ക് പിന്നെ പാരാതൈറോയിഡും തൈറോയിഡും ഉണ്ട്. തൈറോയ്ഡ് ഗ്ലാൻഡ്, പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്. അതിന്റെ തൈറോയിഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഗ്ലാൻഡ് ആണ്. തൈറോയിഡ് എന്താ പറയാ ഉൽപ്പാദിപ്പിക്കുന്ന ചില ആളുകൾക്ക് അത് കൂടുതലായിരിക്കാം, ചിലർക്ക് കുറവായിരിക്കാം. കൂടുതലായാലും കുറവായാലും പ്രശ്നമുള്ള നോർമൽ ലെവലില് തൈറോയിഡ് വേണം. പാരാതൈറോയിഡ് എന്ന് പറയുന്നത് ഈ തൈറോയിഡിന്റെ പുറകുള്ള ചില 2 സ്മോൾ ഓവൽ ഷേപ്പിലുള്ള ഗ്ലാൻഡുകളാണ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ തൊട്ടപ്പുറത്തുള്ള 2 എന്താ പറയാ ഓവൽ ഷേപ്പ് ആയിട്ടുള്ള സ്മോൾ ഗ്ലാൻഡുകളാണ് പാരാതൈറോയിഡ് എന്ന് പറയുന്നത്. പിന്നെ പൈനിയൽ ഗ്ലാൻഡ് നമ്മുടെ ബ്രെയിനകത്തുള്ളതാണ്. ഹൈപ്പോതലാമസും ബ്രെയിനിന്റെ ഒരു മെയിൻ പാർട്ട് തന്നെയാണ്. ഹൈപ്പോതലാമസ് വിച്ച് കൺട്രോൾസ് ദ ടെമ്പറേച്ചർ ഓഫ് അവർ ബോഡി, വാട്ടർ ലെവൽ ഇൻ അവർ ബോഡി, ഹങ്കർ നമ്മുടെ വിശപ്പിനെ, നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിന്റെ ജലാംശത്തിന്റെ അളവിനെ, പിന്നെ നമ്മളുടെ എന്താ പറയാ വാട്ടർ ലെവൽ, ടെമ്പറേച്ചർ,
നമ്മുടെ ശരീരത്തിലെ ഊഷ്മാവ് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു അവയവം. അതാണ് ഹൈപ്പോതലാമസ്. ബ്രെയിനിനകത്തുള്ളതാണ്. ബ്രെയിനിന്റെ മെയിൻ പാർട്സ് 5 ഉണ്ട്. 5 പ്രധാനപ്പെട്ട ആ ഒരു പാർട്സിനകത്ത് എൻഡോക്രൈനോളജിയിൽ വരുന്ന ഇതാണ് കേട്ടോ. ഹൈപ്പോതലാമസ്, പിന്നെ അഡ്രീനാൽ, പിറ്റ്യൂട്ടറി ഗ്ലാൻസ്, അഡ്രിനൽ ഗ്രന്ഥികള്, പിറ്റ്യൂട്ടറി ഗ്രന്ഥികള്, പിന്നെ ഓവറീസ് ആൻഡ് ടെസ്റ്റിസ്. അത് നമ്മുടെ എന്താ പറയാ മെയിൽ ഫീമെയില് റിപ്രൊഡക്റ്റീവ് ഓർഗൻസിനകത്ത് വരുന്നതാണ് ഓവറീസും ടെസ്റ്റിസും. അപ്പൊ ഈ ഒരു എല്ലാ അവയവങ്ങളും കൂടി ചേർത്തിട്ട് ഒറ്റ വേർഡാണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ്സ് ഡാഷ് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ ഓർത്തേക്കണം. പാൻക്രിയാസ്, തൈറോയിഡ്, പാരാതൈറോയിഡ്, പൈലിയൽ, ഹൈപ്പോതലാമസ്, അഡ്രിനൽ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ്, ഓവറീസ്, ടെസ്റ്റിസ്. ഓക്കെ, അവർ 9 ഓർഗൻസിന്റെ കൂടി ഒരു മിക്സ്ചർ ആണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. And also endocrinology in it's a medical super speciality department which deals with the study of hormones and hormone related to glands. അതായത് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ചില ഹോർമോണുകൾ അല്ലെങ്കിൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾ, അതിനെ കുറിച്ചുള്ള പഠനവും ഈ എൻഡോക്രൈനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലുണ്ട്. അതിനെ കുറിച്ച് കുറച്ചുകൂടി വിശദമായിട്ട് അതിനുവേണ്ടിയുള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെന്റ് നമ്മുടെ എൻഡോക്രൈനോളജി സിസ്റ്റത്തിലുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ലേ? ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരുപാട് ഗ്രന്ഥികൾ, ഗ്ലാൻഡുകളില്ലേ? അപ്പൊ അതിനെ കുറിച്ചുള്ള പഠനം നടത്തുക, അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക. ഓൾ ദീസ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ endocrinology system. Okay, and this system closely അല്ലെങ്കിൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും അടുത്ത ഏത് ഡിപ്പാർട്ട്മെന്റിനോട് ബന്ധപ്പെട്ടാണെന്ന് കിടക്കുന്നത്? ഒഫ്താൽമോളജി, കണ്ണ്. കാരണം എന്താ? കണ്ണിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾക്കല്ലേ ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റ്. ആണോ? മറന്നുപോയോ? അന്ന് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഓരോ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഒഫ്താൽമോളജി, the treatment of diseases of our eyes. അപ്പൊ കണ്ണിൽ ഒരുപാട് ഗ്രന്ഥികളുണ്ട്, ഗ്ലാൻസ്. അതുകൊണ്ട് അത് എന്താ പറയാ, ഈ ഒരു ഗ്രന്ഥികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നേരെ അടുത്ത് നമുക്ക് എൻഡോക്രൈനോളജിയിൽ അതിന്റെ ട്രീറ്റ്മെന്റ് ഉണ്ട്. കാരണം ഈ ഒരു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ക്ലോസ്ലി റിലേറ്റ് ചെയ്താണ് നമ്മുടെ എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റ് ഫംഗ്ഷൻ ചെയ്യുന്നത്. സോ ഏതൊക്കെയാ? റേഡിയേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഒഫ്താൽമോളജി, റേഡിയേഷൻ, ഓങ്കോളജി. ഓങ്കോളജി എന്താ? റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ക്യാൻസർ ട്രീറ്റ്മെന്റുകളുടെ ഭാഗമാണ് അല്ലെ. അപ്പൊ ക്യാൻസറിന് കൊടുക്കേണ്ട റേഡിയേഷൻ. അപ്പൊ ഈ റേഡിയേഷൻ ഒക്കെ കൊടുക്കുമ്പോൾ പല ഗ്രന്ഥികളൊക്കെ ചിലപ്പോൾ അത് എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എൻഡോക്രൈനോളജിയിലാണ് അതിനുള്ള ട്രീറ്റ്മെന്റ്. ആൻഡ് ഓൾസോ സർജറി, ഒബ്സ്റ്റട്രിക്സ്. ഒബ്സ്റ്റട്രിക്സ് എന്താ? അല്ലെങ്കിൽ പ്രസവാനന്തര ശുശ്രൂഷകൾ അല്ലെ. പ്രസവം കഴിഞ്ഞിട്ട് കൊടുക്കുന്ന പലതരത്തിലുള്ള ശുശ്രൂഷകൾ അല്ലെങ്കിൽ അതിന്റെ സർജറീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വരുന്നത് ഈ പറയുന്ന എന്താ പറയാ, എന്തെങ്കിലും ഗ്ലാൻഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അസുഖമൊക്കെ വന്നാൽ പെട്ടെന്ന് നമുക്ക് ഈ ഒരു എൻഡോക്രൈനോളജി സിസ്റ്റത്തിലേക്ക് ഡിപ്പാർട്ട്മെന്റിലാണ് നമ്മൾ അവരെ കൊണ്ടുപോകുക. മാത്രമല്ല ട്രാൻസ്പ്ലാന്റേഷൻ, എന്തെങ്കിലും ഗ്ലാൻഡ് ട്രാൻസ്പ്ലാന്റേഷനോ മറ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി, മൾട്ടി ഡിസിപ്ലിനറി എന്താ പറയാ, ഒരുപാട് ഡിസിപ്ലിനറി ട്രീറ്റ്മെന്റുകളും നമ്മുടെ എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിച്ച് ഇൻക്ലൂഡ്സ്, ഇനിയും അധികം കൊടുക്കുന്ന മറ്റ് ട്രീറ്റ്മെന്റുകൾ ഏതൊക്കെ മേഖലയിലാണെന്ന് പറയുന്നുണ്ട്. ഡയബറ്റീസ്, ഷുഗർ ഒക്കെ ഉള്ള പേഷ്യൻസിന് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾക്ക്. ന്യൂട്രീഷൻ, നമുക്ക് ന്യൂട്രീഷൻ സംബന്ധമായിട്ടുള്ള കുറവുകളോ കൂടുതലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനുള്ള ട്രീറ്റ്മെന്റ്. ഓസ്റ്റിയോപോറസിസ്, എന്താ ഓസ്റ്റിയോപോറസിസ് എന്ന് പറയുന്ന? കാൽഷ്യം ഡിസോർഡേഴ്സ് കൊണ്ടുണ്ടാകുന്ന ബോൺ ഡിസീസസ് ആണ്. കാൽഷ്യത്തിന്റെ അധികം അല്ലെങ്കിൽ കാൽഷ്യം കുറവ് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും? നമുക്ക് അസ്ഥിക്കൊക്കെ, നമ്മുടെ എന്താ പറയാ, കാലുകളുടെയും കൈകളുടെ ഒക്കെ അസ്ഥികൾക്കൊക്കെ ക്ഷതം സംഭവിക്കും. അതൊക്കെയാണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഡിസോർഡേഴ്സ് ഓസ്റ്റിയോപോറസിസ്. പിറ്റ്യൂട്ടറി ഗൊഡാഡ് അഡ്രിനൽ ഡിസോഴ്സസ് ആണ്. അത് അഡ്രിനൽ ഡിസീസസ് എന്ന് പറയുന്നത് നമ്മളുടെ എന്താ പറയാ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പലതരത്തിലുള്ള രോഗങ്ങള്. തൈറോയിഡ് ഡിസോർഡേഴ്സ്, ഇതൊക്കെ ഇതിനകത്ത് ട്രീറ്റ് ചെയ്യപ്പെടുന്നതാണ്. എൻഡോക്രൈനോളജിയിൽ തന്നെയാണ് ഇതിനുള്ള ട്രീറ്റ്മെന്റ് ഉള്ളത്. പിന്നെ ട്രാൻസ്ജെൻഡർ, ഇന്റർസെക്സ് മെഡിസിൻ. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള ഇന്റർസെക്സ് ആയിട്ടുള്ള മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്നതും ട്രാൻസ്ജെൻഡർക്ക് കൊടുക്കേണ്ട മെഡിസിൻസും ഒക്കെ എൻഡോക്രൈനോളജി സിസ്റ്റത്തിലുണ്ട്. ആൻഡ് ഓൾസോ ഇൻക്ലൂഡ്സ് ട്രാൻസ്പ്ലാന്റേഷൻ, പല എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ മാറ്റിവെക്കാൻ, ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ. എൻഡോക്രൈനോളജി ഓൾസോ പ്രൊവൈഡ്സ് എ വൈഡ് റേഞ്ച് ഓഫ് ട്രീറ്റ്മെന്റ്
in such areas. ഈ പറയുന്ന ഏരിയാസിലൊക്കെ നമ്മുടെ എൻഡോക്രൈനോളജി സിസ്റ്റം അതിന്റെ ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് മറക്കണ്ട, അതുകൂടി ചേർത്ത് നമ്മൾ അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. അപ്പൊ ഫസ്റ്റ് വൺ, ഒന്നാമത്തെ അണ്ടർലൈൻ ചെയ്യേണ്ട സെന്റൻസ്, endocrinology is the study of medicine that relates to endocrine system. അത് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, പിന്നെ അടുത്ത സെന്റൻസും അണ്ടർലൈൻ ചെയ്യണം. ബോഡി എൻഡോക്രൈൻ സിസ്റ്റം ഇൻക്ലൂഡ്സ്, അവിടെ നിന്ന് തുടങ്ങി ടെസ്റ്റിസ് വരെ. ദ ബോഡി എൻഡോക്രൈൻ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുക? പാൻക്രിയാസ്, തൈറോയിഡ്, പാരാതൈറോയിഡ്, പൈനിയൽ, ഹൈപ്പോതലാമസ്, അഡ്രിനൽ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ് ആൻഡ് ഓവറീസ് ആൻഡ് ടെസ്റ്റിസ്. അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, പിന്നെ അണ്ടർലൈൻ ചെയ്യേണ്ടത് other specialty areas to provide a multidisciplinary approach to person's medical problem. മറ്റ് ഏരിയാസ് ഏതൊക്കെയാണ്? ഇവിടെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റ് ഏരിയാസ് ആണ് ഈ പറയുന്നത്. ഡയബറ്റീസ്, ന്യൂട്രീഷൻ, ഓസ്റ്റിയോപോറോസിസ്, പിറ്റ്യൂട്ടറി ഗൊണാഡ് അഡ്രിനൽ ഡിസോർഡേഴ്സ്, തൈറോയിഡ് ഡിസോർഡേഴ്സ്, ട്രാൻസ്ജെൻഡർ ആൻഡ് ഇന്റർസെക്സ് മെഡിസിൻ, ട്രാൻസ്പ്ലാന്റേഷൻ. അത് ടിക്കിട്ട് വെക്കുക കേട്ടോ. 3 കാര്യമാണ് ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത്. ഫസ്റ്റും സെക്കൻഡും സെന്റൻസും, പിന്നെ അതിന്റെ ലാസ്റ്റ് ഭാഗത്ത് ആ ബുള്ളറ്റ് ഇട്ട് എഴുതിയിരിക്കുന്ന പോയിന്റ്. അതിന്റെ മുമ്പിൽ അതിന്റെ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് മുകളിലത്തെ സെന്റൻസിന്റെ പകുതി തുടങ്ങി അതർ സ്പെഷ്യാലിറ്റി ഏരിയാസ് തുടങ്ങിയാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് പീയൂഷ് ഗ്ലാൻഡ് എന്നും പേരുണ്ട് കേട്ടോ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് തന്നെയാണ് പീയൂഷ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മാസ്റ്റർ ഗ്ലാൻഡ്, ഏറ്റവും വലിയ ഗ്ലാൻഡ് ആണ്. അണ്ടർലൈൻ ചെയ്തത് നന്നായിട്ട് കാണാതെ പഠിക്കണം, വായിച്ച് മനസ്സിലാക്കി പഠിക്കണം. മറ്റേതൊക്കെ ജസ്റ്റ് വായിക്കണം, എന്താണെന്നൊക്കെ ഒന്ന് വെറുതെ അറിഞ്ഞിരിക്കാൻ. ഓക്കെ, യെസ്. സോ അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാം. പറഞ്ഞോട്ടെ, അടുത്ത ഡിപ്പാർട്ട്മെന്റ് അറിയേ? അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയിക്കോട്ടെ. ഓക്കെ, യെസ്. സോ ദ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ജെറിയാട്രിക്സ്. എന്താണ് ഈ ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്? This department is usually equipped with qualified doctors or specialized doctors who are specialized in geriatric medicine. That means the medicine for elderly people who face a wide range of illness. അതായത് കുറച്ച് എൽഡർലി ആയിട്ടുള്ള, കുറച്ച് പ്രായം ചെന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അവർക്കുണ്ടാകുന്ന ചില വൈഡ് റേഞ്ച് ഓഫ് ഇൽനസ്, അവർക്ക് എന്താ പറയാ കോമൺ ആയിട്ട് ചില രോഗങ്ങളുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തല ചുറ്റുക ഇല്ലേ, ഉണ്ടാവൂലേ? എപ്പോഴെപ്പോഴും കിടക്കണം നോക്കുക. കൈയും കാലൊക്കെ പ്രത്യേക എന്താ പറയാ പണ്ടത്തതുപോലെ ഫ്ലെക്സിബിൾ ആകുന്നില്ല. കൈ ഇത്രയും പൊക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റുന്നില്ല അല്ലെ? നടക്കുമ്പോ കുറച്ചു നേരം നടക്കുമ്പോ നമുക്ക് എന്താ പറയാ നമുക്കൊരു ഇത് തോന്നുക അല്ലെ, ഭയങ്കര കിടപ്പോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഫീലിങ്സ് തോന്നുക. അങ്ങനെയൊക്കെ ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് ഇൽനെസ് നമുക്ക് പ്രായമാകുമ്പോൾ വരും. കാരണം മെഷീൻ ഇത്രയും നാളുകളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. സോ ആ മെഷീൻസിന് ഒരു എസ്റ്റിമേറ്റഡ് ലൈഫ് ഉണ്ട്, ഒരു ലൈഫ് ടൈം ഉണ്ട്. ആ ലൈഫ് ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയാ പ്രവർത്തനം പതുക്കെ ഓരോ ഭാഗങ്ങളായിട്ട് നിലച്ചുകൊണ്ടിരിക്കും. അത് എന്ത് മെഷീൻസ് വാങ്ങിച്ചാലും നമുക്കറിയാം. സോ ലൈഫ് വൈസ് മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾസോ എ മെഷീൻ അല്ലെ? അതും ഒരു മെഷീനിൽ പ്രവർത്തിക്കുന്ന ഒരു ഫിസിക്കൽ എക്യുപ്മെന്റ് ആണ് മനുഷ്യ ശരീരം എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഉള്ള ഇന്റേണൽ ഓർഗൻസ് ആയിട്ടുള്ള മെഷീന്റെ പാർട്സുകള് പലതും ഒക്കെ ഡിപ്രീസിയേറ്റഡ് ആകും കാലങ്ങൾ ചെല്ലുന്തോറും, പ്രായം ചെല്ലുന്തോറും അല്ലെ. 60, 70, 80 അങ്ങനെ വയസ്സുകൾ കൂടി വരുമ്പോ ഈ മെഷീൻസിന്റെ ഓരോ ഭാഗങ്ങളും പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും? വേറെ ചെയ്യാൻ, ഡിപ്രീസിയേഷൻ സംഭവിക്കാൻ തുടങ്ങും, തേയ്മാനം വരാൻ തുടങ്ങുന്ന. മനസ്സിലായോ? അപ്പൊ ആ തേയ്മാനത്തിനെ ഏതൊക്കെ രീതിയിൽ റിഫ്ലക്ട് ചെയ്യും? പലതരത്തിലുള്ള രോഗങ്ങളുടെ രൂപത്തിൽ റിഫ്ലക്ട് ചെയ്യും. പണ്ട് നമ്മൾ ഓടി മരത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ 70 വയസ്സിൽ ഓടിയാണ് മരത്തിൽ കയറാനൊന്നും വിചാരിച്ചാൽ നടക്കില്ല എന്നാണ്. ഓക്കെ, അപ്പൊ അതുപോലെയുള്ള എന്താ പറയാ പോരായ്മകളും കുറവുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഓൾഡ് ഏജിൽ ഉണ്ടാകും. സോ അവരുടെ ആ വൈഡ് റേഞ്ച് ഓഫ് ഇൽനെസ്സുകൾ എന്താണെന്ന് മനസ്സിലാക്കി പഠിച്ച് അതിൽ കൂടുതൽ എന്താ പറയാ പ്രാവീണ്യം നേടിയ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെയാണ് നമുക്ക് ഈ ഒരു ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റിൽ കാണാം.
കാണാൻ സാധിക്കുക. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട്, അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അവര് കാര്യങ്ങൾ പഠിച്ചത്, അവരുടെ രോഗങ്ങളെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക. അപ്പൊ അങ്ങനത്തെ കുറെ ഇൽനെസ്സുകളുടെ പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്ട്രോക്ക് കേട്ടിട്ടുണ്ടല്ലോ. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ പക്ഷാഘാതം അല്ലെ, പക്ഷാഘാതം അല്ലെ, പെട്ടെന്നൊക്കെ ഇങ്ങനെ നമ്മള് എന്താ പറയാ കോമാ സ്റ്റേറ്റിലേക്ക് പോകും. ചിലര് എല്ലാം മൊത്തം തളർന്നു പോകും, കണ്ണൂതൊക്കെ ആയിക്ക് ചിലപ്പോൾ ഒരു ഭാഗം മുഴുവൻ തളർന്നു പോകും അല്ലെ, മൊത്തത്തിൽ ഒന്നും അറിയില്ലാത്തൊരവസ്ഥയിൽ പോകും. പക്ഷാഘാതമാണ്. ഗ്യാസ്ട്രോ എൻട്രോളജി, ഗ്യാസ്ട്രിക് നമ്മുടെ സ്റ്റമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് അവർക്ക് പലപ്പോഴും വരും. കാരണം ഈ എൽഡർലി പീപ്പിളിന് അവർ കഴിക്കുന്ന ഫുഡ് പണ്ട് ഇത്രയും ഞാൻ കഴിച്ചിരുന്നു, ഇപ്പൊ എനിക്ക് ഇത്രയും കഴിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് പറ്റുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ട്രൈ ചെയ്താൽ അവർക്ക് ഒരുപാട് ഗ്യാസ്ട്രിക് പ്രോബ്ലംസും സ്റ്റമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, വയറിന് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ. സോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമുക്ക് ഈ എൽഡർലി പീപ്പിളിനെ നമുക്ക് കൊണ്ടുപോകുന്നത് ജെറിയാട്രിക്സ് വിഭാഗത്തിലാണ്. ഡയബറ്റീസ്, ഇനി നമ്മുടെ ഏജ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ഷുഗറിന്റെ ആ ഒരു കൺസംഷൻ റെഗുലേറ്റ് ചെയ്തില്ലെങ്കിൽ, കൺട്രോൾ ചെയ്തില്ലെങ്കിൽ, ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ ഷുഗർ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അല്ലെ, പിന്നെ അതിനേക്കാൾ കൂടുതൽ ഇൻടേക്ക് നമ്മൾ ഷുഗർ എടുത്താൽ, ചായയൊക്കെ 3-4 കുടിക്കുക, കിട്ടുന്ന സ്വീറ്റ്സ് ഒക്കെ കഴിക്കുക, അത് പണ്ട് അത്രയൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഈ നമ്മുടെ ഏജ് മാറുന്നതനുസരിച്ച് വി ഹാവ് ടു കൺട്രോൾ അല്ലെ, നമ്മൾ കൺട്രോൾ ചെയ്യണം, അതല്ലെങ്കിൽ ഡയബറ്റീസ് വരും. പിന്നെ ലോക്കോമോട്ടോസ് പ്രോബ്ലം, മൂവ്മെന്റ് പ്രോബ്ലം, ലോക്കോമോട്ടോസ് പ്രോബ്ലം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കൈയൊക്കെ പണ്ടൊക്കെ നമ്മൾ കൈയൊക്കെ നല്ല പൊക്കി ഓടി ചാടിയൊക്കെ ചെയ്തിരുന്നു, കൈ പകുതി വരെ പോകുന്നുള്ളൂ, മുകളിലേക്ക് പൊക്കാൻ പറ്റുന്നില്ല. നമുക്ക് നമ്മുടെ എന്താ പറയാ ഫ്ലോറിന്റെ പാരലായിട്ട് പോലും അത്രയും പോലും പൊക്കാൻ പറ്റുന്നില്ല. ഇരിക്കുക, നിൽക്കുക, അതിലൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, അതൊക്കെയാണ് ലോക്കോമോട്ടോസ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? മൂവ്മെന്റ് പ്രോബ്ലംസ് ആണ് അത്. പിന്നെ സിങ്കോപ്പ് എന്താ, ഈ നമ്മുടെ ബ്രെയിനിനകത്തേക്കൊക്കെ ഓക്സിജൻ പാസ് ചെയ്യാത്തതുകൊണ്ട്, ശരിയായ രീതിയിൽ പാസ് ചെയ്യാത്തതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു തരം തലചുറ്റലാണ്, ഫെയിന്റ്നെസ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ തല ചുറ്റി വീഴുക, അതും വയസ്സായ ആളുകൾക്ക് ഉണ്ടാകാവുന്ന സാധാരണ കാണപ്പെടുന്ന ചില രോഗങ്ങളാണ്. അതിനും ആൻഡ് ഓൾസോ ബോൺ ഡിസീസസ്, നമ്മുടെ അസ്ഥി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, അസ്ഥികൾക്ക് വീക്കം അല്ലെങ്കിൽ അസ്ഥികളുടെ അകൽച്ച, കുറെ പ്രായം ചെല്ലുമ്പോൾ അസ്ഥി അകന്നിരിക്കുന്നു, അതുകൊണ്ടാണ് എപ്പോഴും നടുവേദന, അത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. സോ ഇങ്ങനെ ഒരു വൈഡ് റേഞ്ച് ഓഫ് ഇൽനെസ് വിച്ച് ഈസ് കോസ്ഡ് ഫോർ ദിസ് എൽഡർലി പീപ്പിൾ. അവർക്ക് ഉണ്ടാകാവുന്ന പല രോഗങ്ങൾക്കുള്ള കാരണങ്ങൾ ഈ പറയുന്നതൊക്കെയാണ്. അപ്പൊ അത്തരം രോഗങ്ങൾക്കെല്ലാം വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ജെറിയാട്രിക്സ് എന്ന് പറയുന്ന വിഭാഗം. ക്ലിയർ ആയോ? പോയിന്റുകൾ വരെ പോയിന്റുകൾ ടിക്കിടുക. ആൻഡ് ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക. This department is usually equipped. ദിസുമായിട്ട് അവിടെ ജെറിയാട്രിക്സ് എന്ന് ചേർത്ത് വായിക്കണം. Geriatrics department is usually equipped with the doctors specialized in geriatric medicine, since the elderly suffer from wide range of illness വരെ മതി കേട്ടോ. ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് ചേർത്ത് വായിക്കണം. ദിസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് വായിച്ചു പഠിച്ചു കഴിഞ്ഞാൽ ഏത് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് തെറ്റിക്കാതിരിക്കാനാണ് ജെറിയാട്രിക്സ് എന്ന് ചേർത്ത് വായിച്ചാണ് പഠിക്കുമ്പോൾ, അണ്ടർലൈൻ ചെയ്ത സെന്റൻസ് പഠിക്കുമ്പോൾ അങ്ങനെ തന്നെ പഠിക്കണം. ഓക്കെ, ആൻഡ് ആ ട്രീറ്റ്മെന്റുകൾ ഏതൊക്കെയാണെന്ന് താഴെ പോയിന്റ് എഴുതി ബുള്ളറ്റ് ഇട്ട് ആ ബുള്ളറ്റുകളും അണ്ടർലൈൻ ചെയ്യാൻ പിക്കുക. See, this department provided a wide range of community services. ചില എന്താ പറയാ എക്സ്ട്രാ സേവനങ്ങളും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? മൊബൈൽ തെറാപ്പി, ഹോം മൊബൈൽ തെറാപ്പി യൂണിറ്റ്സ്. ഇത് വീടുകളിൽ ചെന്ന് തെറാപ്പീസ് ചെയ്ത് കൊടുക്കുക. കാരണം വയസ്സായ ഒത്തിരി പ്രായം ചെന്ന ആൾക്കാരൊക്കെ ചിലരൊക്കെ നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും ഹോസ്പിറ്റൽസിലേക്ക്, പക്ഷെ ചിലവരെ നമുക്ക് അങ്ങനെ കൊണ്ടുപോകാൻ മൂവ് ചെയ്യാൻ പറ്റില്ല, ഹോസ്പിറ്റൽസിൽ വരെ എത്തിക്കാൻ പറ്റില്ല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് മൊബൈൽ തെറാപ്പി, ഹോമിൽ പോയിട്ട് വീട്ടിൽ പോയിട്ട് തെറാപ്പീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് മാത്രമല്ല, ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായി അറ്റാച്ച് ചെയ്ത മറ്റൊരു കാര്യം കൊടുക്കുന്നത് പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ. ഹോസ്പിറ്റൽസിൽ തന്നെ ഇത്തരം രോഗികളെ കൊണ്ടുവന്ന് കുറച്ച് അധികം ദിവസമൊക്കെ, ഗർഭമാസങ്ങളോടൊക്കെ അവരെ കെയർ കൊടുക്കുക, അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് ഒക്കെ. ഇപ്പൊ വയസ്സായവർക്ക് എന്താ പറയാ വെറുതെ ഇങ്ങനെ കുറെ നാളത്തിൽ കിടക്കാൻ പറ്റില്ല, അപ്പൊ അവർക്ക് വാട്ടർ ബെഡ് അല്ലെ, ഈ ഇങ്ങനെ കിടന്ന് എന്താ പറയാ ശരീരത്തിലൊക്കെ പൊട്ടലൊക്കെ വരാൻ സാധ്യതയുണ്ട് അല്ലെ, സ്കിന്നൊക്കെ പൊളിയാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് ഭയങ്കര ഇഷ്യൂ ആയി മാറും. കാരണം അങ്ങനെയുള്ളവര് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് തുടങ്ങി അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഒരു സിറ്റുവേഷൻ വേഴ്സ്റ്റ് ആയി പോകാം. അപ്പൊ അതൊക്കെ ഇല്ലാതിരിക്കാൻ വാട്ടർ ബെഡുകൾ, അതൊക്കെ ചിലപ്പോൾ വീടുകളിൽ നമുക്കത് അതിന് സൗകര്യങ്ങളോ മറ്റൊന്നും ഇല്ലെങ്കിൽ
they can provide palliative care in hospitals. So hospitals in the geriatrics vibhagam ഇങ്ങനെ ഒരു കെയറിംഗ് ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഹോം മൊബൈൽ തെറാപ്പി യൂണിറ്റ്സ്, പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ് ആർ ഓൾസോ പ്രൊവൈഡഡ് ബൈ ദിസ് ഡിപ്പാർട്ട്മെന്റ്. ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റുകൾ കൂടി നമ്മുടെ ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് കണക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സേവനം കൂടി അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ഇത് this department also provide. Thisന്റെ കൂടെ വീണ്ടും നിങ്ങൾ ചേർത്ത് വായിക്കേണ്ടത് geriatrics department എന്ന് തന്നെ വായിക്കണം. Geriatrics department also provide a wide range of community services such as home mobile therapy units, palliative care. അത്ര മതി. Clear ആയോ? Is it clear? Sorry. Oh, okay. അടുത്ത ഡിപ്പാർട്ട്മെന്റ് പറയട്ടെ. ENT ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പറഞ്ഞു, എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പറഞ്ഞു, and the third one geriatrics department നമ്മൾ ഇന്ന് പറഞ്ഞു, and the next one is general medicine. General medicine എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്? It is a medical specialty which deals with the prevention, diagnosis and treatment of adult diseases. Adult ആരാ? പ്രായപൂർത്തിയാവില്ല. മറ്റവരാണ്. അപ്പൊ ജെറിയാട്രിക്സ് ഇതും തമ്മിൽ കൺഫ്യൂഷൻ ആകുമോ? ക്ലാഷ് ആകുമോ? ഇല്ല. ജെറിയാട്രിക്സ് എൽഡർലി പീപ്പിൾ ആണ്, പ്രായം ചെന്നവരാണ്, പ്രായം ആയവരാണ്. ഓക്കെ, വൃദ്ധരായവര് ആ വിഭാഗത്തിലുള്ളവരാണ് കേട്ടോ. ഓൾഡ് ഏജ് പീപ്പിൾ ആണ് ജെറിയാട്രിക്സിൽ വരാ. ഇവിടെ പറയുന്നത് ജനറൽ മെഡിസിൻ, ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് അഡൽട്ട് ഡിസീസ് ആണ്. പ്രായപൂർത്തിയായവര്, അതായത് 18 വയസ്സൊക്കെ കഴിഞ്ഞ് ഒരു 10, 50 അല്ലെങ്കിൽ 50 വയസ്സ് വരെയൊക്കെയുള്ള വിഭാഗത്തിൽ ഏകദേശം അത്രയൊക്കെ. ഓക്കെ, ഇപ്പൊ വയസ്സായവരെന്ന് പറയുമ്പോ വയസ്സുകൊണ്ട് ചിലപ്പോ നമ്പർ എന്ന് പറയുന്നത്, ഏജ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്പർ എന്ന് പറയുന്ന പോലെ ചില ആളുകള് വയസ്സ് കൊണ്ട് എണ്ണം വെച്ച് നോക്കുമ്പോ അങ്ങനെ ആയിട്ടുണ്ടെങ്കിലും അവരുടെ എന്താ പറയാ ആരോഗ്യസ്ഥിതിയൊക്കെ ഭയങ്കര കണ്ടീഷണൽ ആയിരിക്കും, ചിലപ്പോ ഹെൽത്തി ആയിരിക്കും. എന്ന് വെച്ചാൽ ആരോഗ്യസ്ഥിതി ഒന്നും ഇല്ല, കാര്യമായിട്ട് കോട്ടം സംഭവിച്ചിട്ടില്ല, നല്ല ഹെൽത്തി ആയിട്ടാണ്, ഫിസിക്കൽ ഹെൽത്തും അതുപോലെ തന്നെ ബാക്കിയെല്ലാം ഓക്കെയാണ് എങ്കിൽ അങ്ങനെയുള്ളവർക്കൊന്നും ഈ പറയുന്ന ജെറിയാട്രിക്സിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. പ്രായമാകുകയും ആ പ്രായാധിക്യത്വം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ ഉള്ളവർക്കാണ് ജെറിയാട്രിക്സ് വിഭാഗം ഡിപ്പാർട്ട്മെന്റ് ഉള്ളത്. ഓക്കെ, ആൻഡ് അഡൽറ്റ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു വിഭാഗമാണ് ജനറൽ മെഡിസിൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഹാൻഡിൽഡ് ബൈ എ ജനറൽ പ്രാക്ടീഷണർ ഓർ GP, physician who is not specialist in any particular area of medicine. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയ ഓഫ് മെഡിസിൻ എടുത്ത് പഠിക്കുന്ന ആൾക്കാരല്ല ഇവിടെ ഉള്ള ഡോക്ടർമാര്. ഒരു ജനറൽ പ്രാക്ടീഷണർ ആണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഫിസിഷ്യൻ എന്നാണ് നമ്മൾ വിളിക്കുക, അല്ലെങ്കിൽ GP. ജനറൽ പ്രാക്ടീഷണറിന്റെ ഒരു ഷോർട്ട് ഫോം ആണ് GP. നമ്മൾ സാധാരണ എന്തെങ്കിലും പനി, ചുമ അങ്ങനെയൊക്കെ വരുമ്പോ ആദ്യം നമ്മൾ പോകുന്നത് ആരുടെ അടുത്താ? ഫിസിഷ്യന്റെ അടുത്താണ്, ഈ ജനറൽ പ്രാക്ടീഷണറിന്റെ അടുത്താണ്. നമുക്ക് അഡൽറ്റുകൾക്ക് ഉണ്ടാകുന്ന എന്ത് രോഗം നമ്മൾ അവിടെ പോകും. കൊച്ചുകുട്ടികൾക്ക് രോഗങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ നമ്മള് അവിടെ പോകും, പീഡിയാട്രിക്സിൽ പോകില്ലേ, അതുപോലെ നമുക്ക് ഉണ്ടാകുന്നത്. അതേസമയം നമുക്ക് എന്താ പറയാ ഏതെങ്കിലും ഫിസിഷ്യനെ കണ്ടു, ഒരു പ്രാവശ്യം കണ്ടു, പിന്നെയും നമുക്ക് അതേ രോഗം തന്നെ നമ്മൾ അലട്ടുന്നു, വീണ്ടും നമ്മൾ നോക്കുന്നു, പരിശോധിക്കുന്നു. അപ്പൊ വേറെ ഏതെങ്കിലും അസുഖമായിട്ടാണ് ആ ഡോക്ടർക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ അവരിങ്ങനെ സജസ്റ്റ് ചെയ്യും, ഇന്ന ഡോക്ടറെ അടുത്തേക്ക് പോകുക. അത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളിലേക്ക് സജസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ആ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് അവർക്കാണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക. ഇപ്പൊ ഉദാഹരണം ക്യാൻസറിന് വേണ്ടിയിട്ട് നമുക്കറിയില്ല, ഇപ്പൊ ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ചിലപ്പോൾ ഒരു ചെറിയ തടുപ്പ് കണ്ടു, അല്ലെങ്കിൽ ഒരു മുഴ കണ്ടു, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇടയ്ക്ക് നിരന്തരം വേദന. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ വേദനയുള്ള ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തി അത് ഒക്കെ നോക്കിയപ്പോ ക്യാൻസർ ആണെന്ന് മനസ്സിലാക്കി. അത് ഫിസിഷ്യനാണ് ഇപ്പൊ ഇതൊക്കെ ചെയ്യുക. അപ്പൊ അത് അയക്കുമ്പോഴാണ് അത് വെദർ ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ നോട്ട്, അപ്പൊ ഈ പറയുന്ന സാധനം ക്യാൻസർ ആണോ അല്ലേ എന്നൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാക്കുക. അപ്പൊ അത് നോക്കുമ്പോ എന്താണ് മറ്റുള്ളവരെ ആ ഒരു ആളെ, അതായത് അതിന്റെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് ഡോക്ടർ എടുത്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രീറ്റ്മെന്റിനൊക്കെ വേണ്ടി പോകേണ്ടി വരിക. അല്ലാണ്ട് എപ്പോഴും ഇപ്പൊ എന്തെങ്കിലും പനി വന്നു, പിറ്റേ ദിവസം പനി മാറുന്നു വിചാരിച്ചു മരുന്നൊക്കെ കഴിച്ചു, പിറ്റേ ദിവസം മാറില്ല, വീണ്ടും 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും പനി വരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീക്കിലി തന്നെ എപ്പോഴും പനി വന്നുകൊണ്ടിരിക്കുക, മരുന്നൊന്നും കഴിച്ചിട്ട് മാറുന്നില്ല. അപ്പൊ ഡോക്ടേഴ്സ്, ചില ഫിസിഷ്യൻസ് പറയും, അപ്പോഴൊക്കെ നമ്മൾ ഫിസിഷ്യൻസ് എടുത്ത പോകുക, പറയും അതൊന്ന് മാറ്റി കാണിക്കണം. മേ ബി ഈ പനി എന്ന് പറയുന്നത് മേ ബി എ സിംറ്റം ഓഫ് എനി അതർ ഡിസീസ്, മറ്റേതെങ്കിലും രോഗത്തിന്റെ കാരണമാകാം, എന്തെങ്കിലും ലക്ഷണമാകാം, അല്ലാതെ പനിയല്ല ഇതിന്റെ യഥാർത്ഥ കാരണം എന്നുള്ളതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഡോക്ടേഴ്സ് അത് സജസ്റ്റ് ചെയ്യും, ഇന്ന ഡിപ്പാർട്ട്മെന്റിലൊന്ന് കാണിക്കുക,
എന്ന് നോക്ക് എന്നൊക്കെ. അപ്പൊ ജനറൽ പ്രാക്ടീഷണേഴ്സ് കോമൺ ആയിട്ട് എല്ലാ രോഗങ്ങളെയും നോക്കുന്നതാണ്, ഫിസിഷ്യനാണ്. അവരുടെ എന്താ പറയാ സജഷനിലോ റെഫറിങ്ങിലോ ആണ് പിന്നീട് ഏതെങ്കിലും രോഗമാണോ എന്ന് നോക്കാനായിട്ട് ചില ഡോക്ടേഴ്സിന്റെ ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ എനിക്ക് എന്തെങ്കിലും ശരീരത്തിൽ എവിടെയെങ്കിലും കൂടി ഞാൻ അത് ക്യാൻസർ ആയിരിക്കും എന്ന് വെച്ചിട്ട് ഒന്നുകൂടി ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകണമെന്നില്ല അല്ലെ. ഇപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഫിസിഷ്യനെയാണ് കാണിക്കുക. അവരാണ് ഇതിന് എന്തെങ്കിലും സംശയാസ്പദമായിട്ട് അവർക്ക് തോന്നിയാലാണ് അവര് അത്തരം സജഷൻസ് നടത്തുക. ഓക്കെ. ആൻഡ് ദിസ് ജനറൽ പ്രാക്ടീഷണർ ഓർ ഫിസിഷ്യൻ എന്ന് പറയുന്നത് ഇവിടെ ഈ ജനറൽ മെഡിസിനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങള് റുട്ടീൻ ഹെൽത്ത് കെയർ, നമ്മുടെ ദിനത്തില് നമുക്ക് സാധാരണ ഉണ്ടാകുന്ന പല ആരോഗ്യ സംബന്ധമായിട്ടുള്ള രോഗങ്ങള്, പിന്നെ ഫിസിക്കൽ എക്സാമിനേഷൻ, അവിടെ എന്തൊക്കെയാണ് നടക്കുക, നമ്മുടെ ഭൗതികമായിട്ടുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്, പിന്നെ ഇമ്മ്യൂണൈസേഷൻ, കുത്തിവയ്പ്പുകൾ, ഇതൊക്കെയാണ് സാധാരണ ഈ ജനറൽ പ്രാക്ടീഷണേഴ്സ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ഓൾസോ ദേ അസസ് ആൻഡ് ട്രീറ്റ് മെനി ഡിസീസസ്, പലതരത്തിലുള്ള രോഗങ്ങളെ നോക്കുന്നു, കാണുന്നു, മനസ്സിലാകുന്നു. അത് ഇഞ്ചുറീസ് ആയിക്കോട്ടെ, ഇൽനസ് ആയിക്കോട്ടെ, മുറിവുകളോ രോഗങ്ങളോ എന്തായാലും ഇതൊക്കെ അവര് പരിശോധിക്കുന്നത് ഈ GP അല്ലെങ്കിൽ ഫിസിഷ്യൻ തന്നെയാണ്. ആൻഡ് ദേ ആർ ക്വാളിഫൈഡ് വിത്ത് MBBS വിത്ത് MD. ജനറൽ മെഡിസിനിൽ MD എടുത്ത MBBS ക്വാളിഫിക്കേഷൻ ഉള്ള ഡോക്ടേഴ്സ് ആയിരിക്കും ഈ ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ GP എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ക്വാളിഫിക്കേഷൻ അടക്കമാണ് ആ കൊടുത്തിരിക്കുന്നത്. മറ്റേത് സ്പെഷ്യലിസ്റ്റുകളാണെങ്കിൽ അവരിങ്ങനെ എഴുതും MBBS, അല്ലെങ്കിൽ അതിന്റെ താഴെ സ്പെഷ്യലൈസ്ഡ് ഇൻ കാർഡിയോ അല്ലെ, അല്ലെങ്കിൽ ഒഫ്താൽമോളജി, അങ്ങനെ അത് അതുകൂടി വേറെ എഴുതും. ഇവിടെ ഏതെങ്കിലും ഒരു പ്രത്യേക മേഖല എടുത്ത് പഠിച്ച ആളല്ലാത്തത് കൊണ്ടാണ് ആ ഒരു ഇത് മാത്രം കൊടുത്തിരിക്കുന്നത്, MBBS വിത്ത് MD ഇൻ ജനറൽ മെഡിസിൻ എന്ന് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? പറഞ്ഞോട്ടെ. അടുത്ത് പറയുന്നതിന് മുമ്പ് അണ്ടർലൈൻ ചെയ്യണ്ടേ? ഓക്കെ. സോ അണ്ടർലൈൻ ചെയ്യുക. ഒന്നാമത്തെ സെന്റൻസ് ജനറൽ മെഡിസിൻ അല്ലെങ്കിൽ ഇന്റേണൽ മെഡിസിൻ, രണ്ടും തന്നെയാണ്. അത് രണ്ടിനും മറ്റൊരു പേരാണ്. അത് എന്ന് പറയുന്നത് അഡൽട്ട് ഡിസീസസ് എന്നുള്ളത് വരെയുള്ള അതിന്റെ തൊട്ടടുത്ത സെന്റൻസ് പാരഗ്രാഫ് ഫുള്ളും അണ്ടർലൈൻ ചെയ്യുന്നത്. ജനറൽ പ്രാക്ടീഷണർ അല്ലെങ്കിൽ GP ഫിസിഷ്യൻ ആരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹു ഈസ് നോട്ട് സ്പെഷ്യലൈസ്ഡ് ഇൻ വൺ പർട്ടിക്കുലർ ഏരിയ ഓഫ് മെഡിസിൻ. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയ ഓഫ് മെഡിസിൻ എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യാത്ത ഫിസിഷ്യനെയാണ് നമ്മൾ GP അല്ലെങ്കിൽ ജനറൽ പ്രാക്ടീഷണർ എന്ന് വിളിക്കുക. അടുത്തത് കൂടി അണ്ടർലൈൻ ചെയ്തോട്ടെ. താഴെയുള്ള സെന്റൻസ് രണ്ട് പാരഗ്രാഫും ഫുള്ളും അണ്ടർലൈൻ ചെയ്യാറുണ്ട്, കാരണം അത് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെയാണ് ഈ ജനറൽ പ്രാക്ടീഷണർ അല്ലെങ്കിൽ ജനറൽ മെഡിസിനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് റുട്ടീൻ ഹെൽത്ത് കെയർ ചെയ്യുന്നുണ്ട്, ഫിസിക്കൽ എക്സാമിനേഷൻ, അതിനകത്ത് എന്താണ് റുട്ടീൻ ഹെൽത്ത് കെയറിൽ വരുന്നതാണ് ഏതൊക്കെ ഫിസിക്കൽ എക്സാമിനേഷനും അതുപോലെ തന്നെ ഇമ്മ്യൂണൈസേഷനും. അതൊക്കെ ചെയ്ത് പലതരത്തിലുള്ള രോഗങ്ങള് അല്ലെങ്കിൽ ഇഞ്ചുറീസ് ഒക്കെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ജനറൽ മെഡിസിൻ. ആളുടെ ക്വാളിഫിക്കേഷൻ കൂടി അണ്ടർലൈൻ ചെയ്യുക. അപ്പൊ ഇത്തരം എല്ലാം വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതകളുണ്ട്. ഓക്കെ. ക്ലിയർ ആയോ? എനി ഡൗട്ട്? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെന്നില്ലല്ലോ. ഓണം മൂഡിലാണോ എല്ലാവരും? ഓണം നാളെ തുടങ്ങി മറ്റന്നാൾ തുടങ്ങി ആഘോഷിക്കണം, എങ്ങനെ ചെയ്യണം അതൊക്കെ ആലോചിച്ചിരിക്കുകയാണോ? അല്ലല്ലോ. സോ അടുത്ത ഡിപ്പാർട്ട്മെന്റ് പറയട്ടെ, ഗ്യാസ്ട്രോ എൻട്രോളജി. അടുത്ത ഡിപ്പാർട്ട്മെന്റിന്റെ പേരാണ് ഗ്യാസ്ട്രോ എൻട്രോളജി. അതുകൂടി നമുക്ക് പറഞ്ഞു നിർത്താം, പരീക്ഷ സമയത്ത് ഇതുമായിരിക്കും. ഓക്കെ. ദിസ് ഡിപ്പാർട്ട്മെന്റ് ഡീൽസ് വിത്ത് അബ്ഡോമിനൽ റിലേറ്റഡ് മെഡിസിൻ. അബ്ഡോമിനൽ നമ്മുടെ സ്റ്റൊമക്ക് അല്ലെ, സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഗ്യാസ്ട്രോ എൻട്രോളജി. ഓരോ ഡിപ്പാർട്ട്മെന്റും എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. സോ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. ദിസ് ഡിപ്പാർട്ട്മെന്റ്, ഈ ദിസ് എന്ന് പറയുമ്പോൾ ഓർത്തേക്കണം, ഓരോന്നിന്റെയും ദിസ് വേറെ വേറെയാണ്. മനസ്സിലായോ? ഇത് ഗ്യാസ്ട്രോഎൻട്രോളജി ഡിപ്പാർട്ട്മെന്റ് എന്നാണ് നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്. ദിസിന്റെ അടുത്തൊക്കെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പേര് ചേർത്ത് നമ്മൾ പഠിക്കണം. അപ്പൊ ഇങ്ങനെ ചോദിക്കും, ഡാഷ് ഡിപ്പാർട്ട്മെന്റ് ഡീൽസ് വിത്ത് അബ്ഡോമിനൽ റിലേറ്റഡ് മെഡിസിൻ എന്ന് ചോദിക്കുമ്പോൾ എൻഡോക്രൈനോളജി ഇടാൻ പറ്റില്ല. മനസ്സിലായി? എല്ലായിടത്തും ദിസ് ഒക്കെ കിടക്കുന്നുണ്ട്. അങ്ങനെയല്ല. അപ്പൊ സ്റ്റൊമക്ക് അല്ലെങ്കിൽ അബ്ഡോമിനൽ റിലേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻസിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതിന് ഉത്തരം ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് എഴുതണം. ഓക്കെ. പറയുന്നത് ക്ലിയർ ആകുന്നുണ്ടോ? ക്വസ്റ്റ്യൻ വരുന്ന ഒരു സ്റ്റൈല് പറഞ്ഞു തന്നതാണ്.
അല്ലെങ്കിൽ നിങ്ങൾ ദിസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ട് കാര്യമില്ല. Okay. In this department, the diagnosis and treatment of conditions which affect our esophagus. Esophagus again, esophagus, stomach, small intestine, large intestine, liver, pancreas, gallbladder, and colon and rectum. ഇത് എല്ലാം ഇവിടെ ഈ പറയുന്ന നമ്മളുടെ ഇന്റേണൽ ഓർഗൻസ്, നമ്മുടെ സ്റ്റൊമക്കിനകത്തുള്ള കുറച്ച് ഇന്റേണൽ ഓർഗൻസിന്റെ പേരാണ്. ഇതിനെയൊക്കെ അഫക്ട് ചെയ്യുന്ന പല രോഗങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഏത് ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് യെസ്. അപ്പൊ എന്താണ്, ഏതൊക്കെയാണ് സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഗ്യാസ്ട്രോഎൻട്രോളജി. ഈസോഫാഗസ് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈസോഫാഗസ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? നമ്മളൊക്കെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പലതും പഠിച്ചിട്ടുണ്ട്. ഈസോഫാഗസ്, അതുപോലെ തന്നെ സ്മോൾ ഇൻഡസ്റ്റൈൻ, ലാർജ് ഇൻഡസ്റ്റൈൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? കേൾക്കാത്തതാണോ നിങ്ങളൊക്കെ? ഈസോഫാഗസ് എന്താണെന്ന് പറയാമോ ആർക്കെങ്കിലും? പറയൂ, എന്താണ് ഈസോഫാഗസ്? എന്തിനു വേണ്ടിയിട്ടുള്ള ഒരു ഓർഗൻ ആണ് ഈസോഫാഗസ്? എന്താ അതിന്റെ ഫങ്ഷൻ? ആരില്ല പറയാൻ? അതിന്റെ ഫങ്ഷൻ എന്താണെന്ന് പറയാൻ പറ്റില്ല? മോശമാണല്ലോ. ഇത്ര നേരം ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരെണ്ണം പോലും പറഞ്ഞിട്ടില്ല. ഇത് തന്നെ. എന്താണ് അതിന്റെ അന്നനാളം എന്നതിന്റെ മലയാളം പറയും. അതിന്റെ ഫങ്ഷൻ എന്താണെന്ന് ഞാൻ ചോദിച്ചത്. എന്താണ് അതിന്റെ ഫങ്ഷൻ? എന്താ ഈസോഫാഗസ് അല്ലെങ്കിൽ അന്നനാളത്തിന്റെ ഫങ്ഷൻ എന്താണ്? എല്ലാവർക്കും അറിയാം, പിന്നെ പറയില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അന്നനാളം എന്ന് പറയുന്നത് എന്തിനായിരിക്കാം? അത് എന്ന് പറഞ്ഞാൽ എന്താ? ഫുഡ് ക്യാരി ചെയ്യാനുള്ള ഒരു പൈപ്പാണ് അല്ലെ? നമ്മള് വായിക്കകത്ത് വെക്കുന്ന ഫുഡ് എവിടെ എത്തണം? സ്റ്റൊമക്ക് വരെ എത്തണ്ടേ? എത്തണത് എങ്ങനെയാണ്? ഇവിടുന്ന് ഇട്ടിട്ട് വീഴാണോ? അല്ല, അതിങ്ങനെ നമ്മുടെ ഈ പറയുന്ന ഈസോഫാഗസിൽ അതിന്റെ ഭിത്തിയിൽ തട്ടി 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 ഇങ്ങനെ എന്തോ ഒരു വേവിലേക്ക് മൂവ്മെന്റ് ആണ് അല്ലെ? ഒരു ഇങ്ങനെ ഇത് താളത്തിൽ ഇങ്ങനെ തട്ടി തട്ടി പോകുമ്പോൾ നമ്മൾ വയലിട്ട് കുറച്ച് ചവച്ചരച്ച് ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ്. കാരണം എന്താ വെച്ചാൽ അത് ഈസോഫാഗസിന് ഒരു പങ്കുണ്ട് ഡൈജഷന്റെ കാര്യത്തില്. നമ്മൾ വയലിട്ട് ചവച്ച് സ്മോൾ പാർട്ടിക്കിൾസ് ആക്കുന്നു അല്ലെ? എന്നിട്ട് ചിലരിങ്ങനെ ഭയങ്കര എന്താ പറയാ ഒരു കുഴമ്പ് കൺസിസ്റ്റൻസിയിലാക്കിയിട്ടായിരിക്കും അത് താഴേക്ക് ഇറക്കുക. ചിലര് കുറച്ചുകൂടി ചെറിയ പാർട്ടിക്കിൾസ് ആക്കി തന്നെ അടിക്കുന്നവരുണ്ട്. സോ ഇതെല്ലാം ദഹിക്കണമെങ്കിൽ നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള ഡൈജഷൻസിനെ സഹായിക്കുന്ന ചില കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഈസോഫാഗസ്, അപ്പൊ അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ അസുഖങ്ങളൊക്കെ വരാറുണ്ടായിരിക്കാം. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ. സ്മോൾ ഇൻഡസ്റ്റൈൻ, ലാർജ് ഇൻഡസ്റ്റൈൻ അതെന്താണത്? വൻകുടലും ചെറുകുടലും ഒക്കെ അല്ലെ? അപ്പൊ അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ലാർജ് ഇൻഡസ്റ്റൈന്റെ മറ്റൊരു പേരാണ് ബ്രാക്കറ്റിൽ കോളൻ എന്ന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലിവർ പാൻക്രിയാസ്, നമ്മുടെ എന്താ പറയാ ലിവർ പാൻക്രിയാസിനെ ബാധിക്കുന്നത്. ഗാൾ ബ്ലാഡർ, പിത്താശയ സഞ്ചിയൊക്കെ ഉണ്ടല്ലോ, അതിനെ ബാധിക്കുന്ന രോഗങ്ങള്. കോളൻ, അത് നേരത്തെ പറഞ്ഞു ലാർജ് ഇൻഡസ്റ്റൈൻ. പിന്നെ റെക്ടം എന്ന് പറയുന്നത് ലാർജ് ഇൻഡസ്റ്റൈന്റെ ആ ഒരു എൻഡ് ഭാഗമാണ്, വൻകുടലിന്റെ അവസാനത്തെ അറ്റത്തെ ഭാഗത്തുള്ള ഒരു ഭാഗം. അപ്പൊ ഇതിനെയൊക്കെ ബാധിക്കുന്ന പല രോഗങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്ത ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഗ്യാസ്ട്രോ എൻട്രോളജി. ഓരോ ഡിപ്പാർട്ട്മെന്റും ആ ഡിപ്പാർട്ട്മെന്റില് ഏതൊക്കെ ഓർഗൻസിനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഇമ്പോർട്ടന്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. ആൻഡ് ഓൾസോ ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ എന്താ പറയാ ഡോക്ടേഴ്സിനെ കൂടാതെ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നഴ്സസ് ആയിരിക്കും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ
സാധാരണ ജനറൽ നഴ്സസ് അല്ലെങ്കിൽ BSc നഴ്സസ് എല്ലാ കോമൺ ആയിട്ടുള്ള നഴ്സസിനെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ എന്താ പറയാ അവരുടെ ട്രീറ്റ്മെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡയഗ്നോസിസ് എന്തെങ്കിലും രോഗനിവാരണമൊക്കെ ചെയ്യാനൊന്നും സാധാരണ നഴ്സസിനെ എല്ലാം അപ്പോയിന്റ് ചെയ്യാൻ സ്പെഷ്യൽ നഴ്സസ് ആണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പോസ്റ്റ് ചെയ്യപ്പെടുക. ബിക്കോസ് ദേ ഹാവ് ടു ഹാൻഡിൽ ഓർ പെർഫോം ബവൽ ഇൻവെസ്റ്റിഗേഷൻസ്. കാരണം വയറിനകത്തുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ ഈ എൻഡോസ്കോപ്പി പോലെയുള്ള ഇതൊക്കെ ചെയ്തിട്ടെ, എൻഡോസ്കോപ്പി അറിയാലോ, വായിക്കൂടി ഇങ്ങനെ കടത്തിയിട്ട് വയറിനകത്തുള്ള ചില പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുക. അപ്പൊ അവരാണ് ഈ സ്പെഷ്യൽ നഴ്സസ് ആണ് അതൊക്കെ ചെയ്ത് അതിന്റെ റിസൾട്ട് ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഡോക്ടർക്ക് കൈമാറുക. സോ അതിന്റെ ബേസിസിലായിരിക്കും ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക. സോ അതിന് വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ നഴ്സസ് തന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്നത്, കോമൺ ആയിട്ടുള്ള നഴ്സസിനേക്കാൾ ഉപരി. ക്ലിയർ ആയോ? ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റിലൊക്കെ സാധാരണ നഴ്സസ് ആയിരിക്കാം. പക്ഷെ ഈ ഗാസ്ട്രോഎൻട്രോളജിയിൽ എൻഡോസ്കോപ്പി പോലെയുള്ള പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ബവൽ ഇൻവെസ്റ്റിഗേഷൻസ് നടത്താൻ കേപ്പബിൾ ആയിട്ടുള്ള എന്താ പറയാ സ്പെഷ്യൽ നഴ്സസിനെ ആയിരിക്കും അപ്പോയിന്റ് ചെയ്യുക അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുക. ക്ലിയർ ആയോ? മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഗ്യാസ്ട്രോഎൻട്രോളജിയില്? യെസ്. അപ്പൊ നമ്മള് ആ ഒരു സെന്റൻസുകളും ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ദാറ്റ് മീൻസ് ഗ്യാസ്ട്രോഎൻട്രോളജി എന്ന് പറയുന്ന ഫുൾ ആ പാരഗ്രാഫ് ഉൾപ്പെടെയുള്ള സെന്റൻസ് ഫുള്ളും അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ആ സ്പെഷ്യൽ നഴ്സസിനെ അപ്പോയിന്റ് ചെയ്യും ബിക്കോസ് ടു പെർഫോം വൈഡ് റേഞ്ച് ഓഫ് ബവൽ ഇൻവെസ്റ്റിഗേഷൻസ്. അവിടെ വരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോ ഇന്ന് നമ്മൾ ഇത്രയും വരെ എടുക്കുന്നുള്ളൂ, ഗ്യാസ്ട്രോഎൻട്രോളജി വരെ എടുക്കുന്നുള്ളൂ. അപ്പൊ അവിടെ വരെ നമ്മൾ ഇന്ന് എത്ര ഡിപ്പാർട്ട്മെന്റ് പഠിച്ചു എന്ന് ഓർമ്മയുണ്ടാവും? എത്ര ഡിപ്പാർട്ട്മെന്റ് പഠിച്ചിട്ടുണ്ട്? ENT തുടങ്ങിയാണ് നമ്മൾ പറഞ്ഞത്, ഇയർ നോസ് ത്രോട്ട്. അതിന്റെ അതൊന്ന് ഓടിച്ചിട്ട് പറഞ്ഞിട്ടാ പോയത്, ക്ലാസ് തീരാൻ പോയിപ്പോ. അതുകൊണ്ടാണ്. അപ്പൊ ENT എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്, എൻഡോക്രൈനോളജി, ജെറിയാട്രിക്സ്, ജനറൽ മെഡിസിൻ ആൻഡ് ഗ്യാസ്ട്രോഎൻട്രോളജി, ഇത്രയും ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. അടുത്തത് ഒരു ചെറിയ ഡിപ്പാർട്ട്മെന്റ് ആണ് ഹെപ്പറ്റോളജി. തന്നെ അറിയാം, ഹെപ്പറ്റോളജി ഡിസോർഡേഴ്സ് ഓഫ് ലിവർ ആണ് കേട്ടോ. ലിവറിന്റെ ഡിസോർഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുക, രോഗം നിവാരണം ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഹെപ്പറ്റോളജി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. ഹെപ്പറ്റോളജി എന്ന് പറയുന്ന ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് വിച്ച് ഡീൽസ് വിത്ത് ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസോർഡേഴ്സ് ഓഫ് ലിവർ അല്ലെങ്കിൽ ലിവർ ഡിസോർഡേഴ്സ്, പേഷ്യൻസ് ദോസ് ഹു ആർ സഫറിംഗ് ഫ്രം ലിവർ ഡിസീസസ്, കരൾ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹെപ്പറ്റോളജി. ഓക്കെ, അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ വരെ നിർത്താം. അടുത്തത് ഇച്ചിരി വലിയ ഡിപ്പാർട്ട്മെന്റ് ആണ് ഗൈനക്കോളജി. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഈ 6 ഡിപ്പാർട്ട്മെന്റ് എന്ന് പഠിച്ചത് നന്നായിട്ട് വായിച്ചു നോക്കുക. 2-3 പ്രാവശ്യം അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞ സെന്റൻസുകൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ വ്യാഴാഴ്ച നമ്മൾ കാണില്ല, അതുകൊണ്ടാണ് അഡ്വാൻസ് ആയിട്ട് ആ ഒരു ക്ലാസ് എനിക്ക് മിസ്സാവും അറിയാം. കഴിഞ്ഞ ആഴ്ചത്തെ അനുഭവം ഉള്ളതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇന്ന് ക്ലാസ്സിൽ കയറിയത്. സോ എല്ലാവരും ഇനി പോയിട്ട് നന്നായിട്ട് ഓണം ആഘോഷിക്കുക. ഓണം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. സോ ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ് ഓൾ ഓഫ് യു. താങ്ക് യു. Bye.